ഗർഭിണികളായ സഹോദരിമാരെ ശ്രദ്ധിക്കേണ്ട പ്രഭാഷണമാണ് ഇന്ന്. അപ്പൊ ഗർഭിണികൾ മാത്രമല്ല, ഇത് ഞങ്ങൾക്കില്ലല്ലോ, നിങ്ങളെ പെണ്ണുങ്ങളും ഗർഭിണിയാവും, നിങ്ങൾ ശ്രദ്ധിച്ചോളി. നിങ്ങളെ ഭാര്യമാരും ഗർഭിണികളാവും. അപ്പൊ പിടിച്ചാണ്ട് അറബി നിലാവ് കേൾക്കാൻ നിൽക്കണ്ട. ഇപ്പൊ നിങ്ങൾ പഠിച്ചെടുത്തോളൂ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുള്ളത്. അള്ളാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ വരട്ടെ സ്വലാത്ത്. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മിൻ ബറകത്തിൽ മറയത്തി സുറഅത്തു തസ്വീജിഹാ വസുറഅത്തു റഹിമിഹാ. ആരംഭ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉമ്മത്തിനെ പഠിപ്പിക്കുകയാണ്. ഒരു പെണ്ണിന് അല്ലാഹു നൽകുന്ന സൗഭാഗ്യങ്ങളെ കുറിച്ച്, സന്തോഷ വാർത്തകളെ കുറിച്ചിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, പെണ്ണേ നിന്റെ കല്യാണം പെട്ടെന്ന് ശരിയാവുക എന്നുള്ളത് അല്ലാഹു നിനക്ക് തന്ന ബറക്കത്താണ് മോളെ. പെണ്ണിന്റെ കല്യാണം വരുമ്പോ എനിക്കിപ്പോ കല്യാണം വേണ്ട എന്ന് പറഞ്ഞ് തടയുന്ന സഹോദരിമാരുണ്ട്. വേണ്ട മോളെ, അത് ബറക്കത്തിനെ തടയലാണ് മോളെ, അത് ബറക്കത്തിനെ തടയലാണ് മോളെ, അത് അല്ലാഹു തരുന്ന ബറക്കത്തിന് നീ തടയിടലാണ് മോളെ. പഠനത്തിന് ബുദ്ധിമുട്ടാകുമെന്ന് കരുതിയിട്ട് അല്ലാഹു തരുന്ന കല്യാണം മുടക്കല്ലേ. എത്ര സഹോദരിമാരുണ്ടെന്നറിയോ ഈ കേരളക്കരയിൽ കല്യാണം കഴിയാതെ കണ്ണീര് കുടിക്കുന്ന എത്ര പാവപ്പെട്ട സഹോദരിമാരുണ്ടെന്ന് നിങ്ങൾക്കറിയുമോ? അറിവിൻ നിലാവിന്റെ നിലാമുറ്റത്ത് വന്ന ഉസ്താദേ, എന്റെ കല്യാണം ഒന്ന് ശരിയാവാൻ ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് കണ്ണീരോടെ 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 കണ്ണുനീര് വെക്കുന്ന സഹോദരിമാരെ ഇന്ന് ഞാൻ ഓർത്തെടുക്കുകയാണ്. തമ്പുരാനെ, അവർക്ക് ഖൈറായ കല്യാണിനെ ശരിയാക്കി കൊടുക്കുക അല്ലാഹ്. അതുകൊണ്ട് കല്യാണം വരുമ്പോ ഒരിക്കലും തടസ്സം പറയരുത്. നിങ്ങളെ പഠനം നിങ്ങളെ പഠിച്ചോ, അതിന് പ്രശ്നമില്ല. പക്ഷേ കല്യാണത്തിന് നിങ്ങൾ തടസ്സം പറയാൻ പാടില്ല. റബ്ബ് തരുന്ന ബറക്കത്താകുന്ന കല്യാണത്തിന് പെങ്ങളെ നിങ്ങൾ തടസ്സം വിട്ട് കഴിഞ്ഞാൽ പിന്നെ ആ തടസ്സം അല്ലാഹു നീക്കൂല പൊന്നുമോളെ. നമ്മുടെ സഹോദരിമാർക്കും സഹോദരങ്ങൾക്കും അല്ലാഹു നല്ല കല്യാണം അങ്ങ് ശരിയാക്കി കൊടുക്കട്ടെ. അങ്ങനെ കല്യാണം കഴിയുക എന്നുള്ളത് അല്ലാഹു നമുക്ക് തരുന്ന ബറക്കത്താണ്. ഇതേ പ്രകാരം തന്നെ വസുറഅത്തു റഹിമിഹാ. ആരംഭ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വസുറഅത്തു റഹിമിഹാ. ആ പെണ്ണ് പെട്ടെന്ന് ഗർഭിണിയാവുക എന്നുള്ളത് അല്ലാഹു അവൾക്ക് കൊടുക്കുന്ന ബറക്കത്താണ്. കല്യാണം കഴിഞ്ഞ് ഗർഭിണിയായോ മോളെ, കല്യാണം കഴിഞ്ഞ് വിശേഷമായോ മോളെ, കല്യാണം കഴിഞ്ഞ് നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം നീ ഗർഭിണിയായോ പൊന്നുമോളെ, അതല്ലാഹു നിങ്ങൾക്ക് തരുന്ന ബറക്കത്താണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, കല്യാണം കഴിഞ്ഞ മാസങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഭാര്യ ഗർഭിണിയായാലേ കൂട്ടുകാരെ കളിയാക്കൂലേ എന്ന് നീ കരുതണ്ട മോനെ. നിന്റെ കുടുംബങ്ങളിൽ പരിഹസിക്കുമല്ലോ എന്ന് കരുതണ്ട മോനെ. അതല്ലാഹു തരുന്ന ബറക്കത്താണെന്ന് നീ മറന്നു പോവല്ലേ. അതങ്ങനെയാണ്. കല്യാണം കഴിഞ്ഞ് പെട്ടെന്ന് ഗർഭിണി അമ്പടാ ആള് സാറാണല്ലോ. കല്യാണം കഴിഞ്ഞ് ചിലപ്പോ 2-3 മാസം കൊണ്ട് പെണ്ണ് ഗർഭിണിയായി കഴിഞ്ഞാൽ തിരക്കടില്ല, നമ്മൾ അങ്ങനെ പറയാം അല്ലേ. പക്ഷേ അള്ളാന്റെ ഹബീബ് പറയണ മീൻ ബറക്കത്തിഹാ, അതവളെ ബറക്കത്താണ്. അതവളെ ബറക്കത്താണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ബറക്കത്താണ്. ആ ബറക്കത്തിന് വില കുറച്ച് കാണാൻ പാടില്ല നമ്മള്. പല ആളുകളും ഗർഭിണിയായ എന്ത് ഗർഭിണി, ഗർഭിണിയായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരണം. അതാണ് ഇന്ന് പറയാൻ പോകുന്നത്. പ്രസവം ധരിച്ചു കഴിഞ്ഞാൽ, ഗർഭം ധരിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരണം. അതല്ലാതെ പിന്നെ എന്ത് വ്യത്യാസമുള്ളത്? അതല്ലാതെ എന്ത് ഗർഭം നമ്മുടെ വയറ്റിലേക്ക് അല്ലാഹു ഒരു കുഞ്ഞിനെ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഗർഭം എന്നുള്ളത് ഒരു ചില്ലറ കാര്യമാണ്.
ഒരു ചില്ലറ കാര്യമാണോ? വളരെ സന്തോഷിക്കേണ്ട ഒരു കാര്യമില്ലേ? അള്ളാഹു മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കട്ടെ. ഞാനിത് പറയുമ്പോ മക്കളില്ലാത്തവർ ഒരിക്കലും വിഷമിക്കരുത്. നിങ്ങൾ ഇത് കേൾക്കണം, നിങ്ങൾ ഉറപ്പിച്ചോളി. അറിവിനിലാവിലൂടെ മടവൂര് ശൈഖുനാനെ കൊണ്ട് അള്ളാഹു നിങ്ങൾക്ക് തരും. നിങ്ങളതിൽ ഉറപ്പിച്ചോളി, ഉറപ്പിച്ചു നിന്നോളി. മോലേര് പറഞ്ഞല്ല ഏതൊക്കെ അങ്ങനെ ചെയ്യരുത്, ഉറപ്പിച്ചു നിന്നോളി. മടവൂര് ശൈഖുന നിങ്ങൾക്ക് തരും. അതിന് അള്ളാഹു ശൈഖുനാക്ക് കഴിവ് കൊടുത്തിട്ടുണ്ട്. അള്ളാഹു ശൈഖുനാനെ കൊണ്ട് മക്കളില്ലാത്തവർക്ക് റബ്ബ് എല്ലാവർക്കും സന്താനങ്ങളെ നൽകട്ടെ. അത് പെട്ടെന്നാവും, ചിലപ്പോ വൈകിട്ടാവും, അതിലൊന്നും വിഷമിക്കണ്ട. അപ്പൊ കുഞ്ഞുണ്ടാവുക, ഭാര്യ ഗർഭിണിയാവുക എന്നുള്ളത് അള്ളാഹു നമുക്ക് തരുന്ന ഏറ്റവും വലിയ ഒരു സൗഭാഗ്യമാണ്, ഏറ്റവും വലിയൊരു സൗഭാഗ്യമാണ്. അത് സന്തോഷിക്കേണ്ട സമയമാണ്, അത് സന്തോഷിക്കേണ്ട സമയമാണ്. കാരണം എന്തെന്നറിയോ? പിന്നെ കിടപ്പറയെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. ബറക്കത്തുള്ള കിടപ്പറ നമ്മൾ ചർച്ച ചെയ്തതാണ്. ബറക്കത്തുള്ള കിടപ്പറയിൽ നിന്ന് ബറക്കത്തുള്ള മക്കൾ ജനിക്കുകയുള്ളൂ. ബറക്കത്തുള്ള കിടപ്പറയിൽ ഇരുന്നിട്ടാണ് ബറക്കത്തുള്ള മക്കൾ ജനിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുകയാണ്, ഒരു മണിയറയ്ക്ക് അല്ലാഹു തരുന്ന ബറക്കത്തിനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്. ഓരോ പുരുഷന്മാരും സഹോദരിമാരും കിടന്നിറങ്ങേണ്ട രൂപവും കിടന്നിറങ്ങുന്നതിന്റെ മുമ്പ് ചൊല്ലേണ്ട കാര്യങ്ങളും മണിയറയിൽ നിന്ന് കിടപ്പറയിൽ നിന്ന് എഴുന്നേറ്റതിന് ശേഷം ചൊല്ലേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇപ്പൊ അതിലേക്ക് കടക്കുന്നില്ല. അങ്ങനെ നമ്മൾ മണിയറയിലെ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതുപോലെ ഭാര്യ ഭർത്താക്കന്മാര് നമ്മൾ കിടന്നിറങ്ങി. ആ ഉറക്കത്തിൽ ആ ഒരു ബന്ധപ്പെടലിലൂടെ അല്ലാഹു നിങ്ങൾക്ക് സ്വാലിഹായ മക്കളെ തന്നു കഴിഞ്ഞാ, അല്ലാഹുവേ ഡേറ്റ് ഒന്ന് തെറ്റിക്കഴിഞ്ഞാ പിന്നെ നമ്മൾ ചെക്ക് ചെയ്യുകയാണ്. ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യും, യൂറിൻ നമ്മൾ ചെക്ക് ചെയ്യും. ഗർഭിണിയാണ്, ഡേറ്റ് ഒക്കെ തെറ്റിക്കഴിഞ്ഞാല് ഇക്കാന്റെ ഡേറ്റ് തെറ്റിയിട്ടുണ്ട്, മാഷാ അല്ലാ, അപ്പൊ തന്നെ ഒരു സന്തോഷമാണ് നമുക്കത് കേൾക്കുമ്പോ തന്നെ. നമ്മൾ എന്ത് ചെയ്യും? പ്രഗ്നന്റ് മെഷീനൊക്കെ കൊണ്ടുവന്നിട്ട്, ടെസ്റ്റ് മെഷീനൊക്കെ കൊണ്ടുവന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ചെക്ക് ചെയ്യും. അൽഹംദുലില്ലാ അല്ലേ? നമ്മൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അൽഹംദുലില്ലാ പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും നിങ്ങൾ പറയേണ്ട ഒരു വാക്കെന്താ അറിയോ? അൽഹംദുലില്ലാ എന്നാണ്. നെഗറ്റീവ് ആയാല് അന്നൊന്നിനും പറ്റൂല, അനക്ക് തന്നെ, അങ്ങനെ പറയരുത്, അങ്ങനെ പറയരുത്. നെഗറ്റീവ് ആയാലും നിങ്ങൾ പറയേണ്ടത് അൽഹംദുലില്ലാ എന്നാണ്. പോസിറ്റീവ് ആയാലും നിങ്ങൾ പറയേണ്ടത് അൽഹംദുലില്ലാ എന്നാണ്. കാരണം എന്താ? അള്ളാഹു തരും. ഏത് സമയത്ത് നിങ്ങൾ അള്ളാഹിനെ ശുക്ർ ചെയ്യാം, ഏത് സമയത്തും അള്ളാഹിനെ ശുക്ർ ചെയ്യാം. നിങ്ങൾ യൂറിൻ ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രഗ്നന്റ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നിരിക്ക പോസിറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും. രണ്ടിന്റെ നടുവിൽ നിങ്ങൾ നോക്കൂലല്ലോ. ഒന്നിരിക്ക പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ആണല്ലോ. പോസിറ്റീവ് ആയാലും നിങ്ങൾ ഉടൻ അൽഹംദുലില്ലാ പറയാം, നെഗറ്റീവ് ആയാലും ഉടൻ അൽഹംദുലില്ലാ പറയാം. നെഗറ്റീവ് ആയാലാണ് പെട്ടെന്ന് അൽഹംദുലില്ലാ പറഞ്ഞിട്ട് പെണ്ണിനോട് പറയാം, മോളെ വിഷമിക്കണ്ട, മോളെ സാരല്ല, അള്ളാഹു നമുക്ക് ഇനിയും തരും, ടെൻഷൻ അടിക്കല്ലേ. പെണ്ണിനെ സമാധാനിപ്പിക്കേണ്ടത് ഭർത്താവേ, സ്വാലിഹായ ഭർത്താവേ, നമ്മുടെ കടമയാണ്, നമ്മുടെ കടമയാണ്. ചില ആളുകളുണ്ട് പെണ്ണിനെ കുറ്റം പറയാനായിട്ട് നിൽക്കും. അങ്ങനെ ചെയ്യരുത്. നെഗറ്റീവ് ആയി കഴിഞ്ഞ ശേഷം ആ പെണ്ണിന്റെ മനസ്സ് വേദനിപ്പിക്കരുത്. കാരണം അള്ളാഹു തരും, ഉറപ്പാണ്, റബ്ബ് തരും. അത് ഖൈറാക്കിയ സമയത്ത് തരും. ഉടനെ നമ്മൾ പറയേണ്ടതെന്നാ? അൽഹംദുലില്ലാ, എന്റെ ഭാര്യ ഗർഭിണിയാണെന്നറിഞ്ഞാൽ നമ്മൾ പറയേണ്ട വാക്ക് അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അല്ലാഹുവേ, വർഷങ്ങളായി തമ്പുരാനെ കല്യാണം കഴിഞ്ഞ് കാത്തിരിക്കുകയാണ് നാഥാ. എനിക്ക് നീ മക്കളെ തന്നല്ലോ അല്ലാ, എന്റെ ഭാര്യ ഗർഭിണിയായല്ലോ അല്ലാ. നിങ്ങളെ ഭാര്യ ഗർഭിണിയാണെന്നറിഞ്ഞാ അറിവിന്ദിലാവ് കേൾക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഒരു ഭാര്യ ഗർഭിണിയാണെന്നറിഞ്ഞാല് ആ ഭർത്താവും ഭാര്യ ആദ്യമായി ചെയ്യേണ്ട കാര്യം എന്തെന്നറിയോ? അല്ലാഹുവിന് ശുക്രിന്റെ സുജൂദ് ചെയ്യണം മോനെ. അൽഹംദുലില്ലാ, എന്റെ ഭാര്യ ഗർഭിണിയായല്ലോ റബ്ബേ, ഇത് അല്ലാഹു തരുന്ന സൗഭാഗ്യമാണല്ലോ, ഇത് അല്ലാഹു തരുന്ന സൗഭാഗ്യമാണല്ലോ. അൽഹംദുലില്ലാ, പടച്ച തമ്പുരാനെ നിങ്ങൾ ശുക്ർ ചെയ്യണമെന്നാണ്. അല്ലാഹുവിനെ ശുക്ർ ചെയ്യാൻ മറന്നു പോവല്ലേ.
അത് സന്തോഷിക്കേണ്ട സമയമാണ്. ഉടനെ തന്നെ നമ്മളൊരു ശുക്രിന്റെ സുജൂദ് ചെയ്യണം. ഒരു സന്തോഷം വന്നാൽ നമ്മൾ ഉടനെ ശുക്രിന്റെ സുജൂദ് ചെയ്യണം. നമ്മുടെ രോഗം മാറി എന്നറിഞ്ഞാൽ ശുക്രിന്റെ സുജൂദ് ചെയ്യണം. വിദേശത്തേക്കുള്ള യാത്ര റാഹത്തായി എന്നറിഞ്ഞാൽ ശുക്രിന്റെ സുജൂദ് ചെയ്യണം. യാത്ര കഴിഞ്ഞ് വീട്ടിലേക്ക് സന്തോഷത്തോടെ മടങ്ങിയെത്തിയാൽ ശുക്രിന്റെ സുജൂദ് ചെയ്യണം. നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹിച്ച കാര്യങ്ങളെ പടച്ച തമ്പുരാൻ സാധിപ്പിച്ചു തന്ന മനസ്സറിഞ്ഞ് ചെയ്യണം മോളെ, മനസ്സറിഞ്ഞ് ചെയ്യണം ചെറുപ്പക്കാരാ. അങ്ങനെ സന്തോഷിക്കാൻ ശുക്ർ ചെയ്യാൻ പറഞ്ഞിരുന്ന ആരോടെന്നറിയോ? ആരോടെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആരംഭ റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട ഭാര്യയില്ലേ മഹദിയായ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹാ. ആ ഖദീജ ബീബി ഗർഭിണിയാണെന്ന സന്തോഷം അല്ലാഹുവിന്റെ ഹബീബിനോട് ജിബ്രീൽ വന്ന് പറഞ്ഞപ്പോ നബിയേ ശുക്ർ ചെയ്യണം നബിയേ, അല്ലാഹുവിനോട് ശുക്ർ ചെയ്യണം നബിയേ എന്ന് മുത്ത് റസൂലുള്ളാഹിനോട് പറഞ്ഞത് ചരിത്രം നമ്മുടെ മുമ്പിൽ പാഠമാണ്. ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഗർഭിണിയാവുക എന്നുള്ളത് ഒരു കുടുംബത്തിന്റെ അല്ലാഹു തരുന്ന സന്തോഷമാണല്ലോ. നിങ്ങളെ മോള് ഗർഭിണിയാവുക എന്നുള്ളത് ഉമ്മാക്ക് നല്ല സന്തോഷമുള്ള കാര്യമാണ്. ബാപ്പയെ സംബന്ധിച്ചിടത്തോളം സന്തോഷമുള്ള കാര്യമാണ്. അമ്മായും അമ്മോശന്മാർക്ക് തമ്മിൽ മനസ്സിൽ വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഞങ്ങളെ കുടുംബത്തിലേക്കൊരു തങ്കക്കുടം, ഞങ്ങളെ കുടുംബത്തിലേക്കൊരു പൊന്നുമോന അല്ലാഹു തരികയാണല്ലോ. ഞങ്ങളെ കുടുംബത്തിലേക്കൊരു പൊന്നുമോളെ അല്ലാഹു തരികയാണല്ലോ. ആ ഒരു മനസ്സോട് കൂടിയല്ലേ നമ്മൾ സന്തോഷം പറയുന്നത്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഭാര്യ ഗർഭിണിയായ വിവരോ, ഭർത്താവ് ഭാര്യ ഗർഭിണിയായ വിവരോ ഉമ്മയോട് മറച്ചു വെക്കല്ലേ, പാപ്പയോട് മറച്ചു വെക്കല്ലേ. ഭാര്യയുടെ ഉമ്മയോട് ഭാര്യയുടെ വാപ്പയോട് നീ മറച്ചു വെക്കല്ലേ. അത് സന്തോഷത്തിന്റെ വാക്കാണ് മോനെ, അത് സന്തോഷത്തിന്റെ വാക്കാണ് മോനെ, അത് സന്തോഷത്തിന്റെ വാക്കാണ് പൊന്നുമോനെ. കാരണം നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു നമുക്ക് തരുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. അല്ലാഹു നമുക്ക് തരുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. എന്റെ പ്രിയപ്പെട്ട ഭാര്യ ഗർഭിണിയായത് ഞാൻ ആദ്യം വിളിച്ചു പറഞ്ഞത് എന്റെ ബാപ്പയോടാണ്. ആ ബാപ്പയോട് പറഞ്ഞിട്ട് എന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മാതാപിതാക്കളോടാണ് ആദ്യം പറഞ്ഞത്. അത് പറഞ്ഞതിന് ശേഷമാണ് നാലാമതൊരാളോട് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അത് അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്റെ പ്രിയപ്പെട്ടവരെ. കാരണം അത് അല്ലാഹു നമുക്ക് തരുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമല്ലേ, നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു തരുന്ന സന്തോഷമല്ലേ. മരണപ്പെട്ട് കിടക്കുന്ന എന്റെ ഉമ്മയുടെ ഖബറിന്റെ സാരഥി എന്നിട്ട് എന്റെ ഭാര്യ ഗർഭിണിയായ വിവരം ഞാൻ ഉമ്മാക്ക് ഫാത്തിഹ ഓതി പറഞ്ഞിട്ടുണ്ട്. അപ്പോഴല്ലേ അവരെ പൊരുത്തം അല്ലാഹു നമുക്ക് തരുന്നത്. അപ്പോഴല്ലേ ആ ഉദരത്തിൽ വളരുന്ന മക്കൾക്ക് നമ്മുടെ മാതാപിതാക്കളെ പൊരുത്തം അല്ലാഹു നൽകുന്നത്. അതുകൊണ്ട് ഉടനെ തന്നെ സന്തോഷം പറയേണ്ടത് നമ്മുടെ മാതാപിതാക്കളോടാണ്. ആ കുടുംബത്തിൽ എല്ലാവരും സന്തോഷമാവുകയല്ലേ. പെണ്ണേ, നീ ഗർഭിണിയാണെന്നറിഞ്ഞ നീ താമസിക്കുന്ന നിന്റെ വീട്ടിലെ ഇക്കാക്ക മാത്രമല്ലല്ലോ സന്തോഷമുള്ളത് മോളെ, നിന്റെ ഇക്കാന്റെ ഉമ്മാക്കത് സന്തോഷമല്ലേ, നിന്റെ ഇക്കാന്റെ ബാപ്പക്കത് സന്തോഷമല്ലേ, നിന്റെ നാത്തൂമാർക്കും ഇളച്ചിമാർക്കും മൂത്തച്ഛന്മാർക്കൊക്കെ അത് സന്തോഷത്തിന്റെ കാര്യമല്ലേ. അതുകൊണ്ട് സന്തോഷത്തോടെ പറയണം മോളെ, സന്തോഷത്തോടെ പറയണം മോളെ. പറയുമ്പോഴല്ല അവരോട് ദുആ ചെയ്യാ നിങ്ങൾ പറയണേ. അവല്ലാതെ ഗർഭം ധരിച്ച കാര്യങ്ങൾ ആരെങ്ങനെ മിണ്ടാതിരിക്കരുത്. കാരണം എന്തെന്നറിയോ? അത് ജീവിതത്തിൽ അല്ലാഹു തരുന്നൊരു ഭാഗ്യം. അത് ജീവിതത്തിൽ അല്ലാഹു തരുന്ന ഒരു ഭാഗ്യം, ഒരു ഭാഗ്യമാണ്, ഒരു സൗഭാഗ്യം. അത് എല്ലാവർക്കും അല്ലാഹു നൽകട്ടെ, അതെല്ലാവർക്കും അല്ലാഹു നൽകട്ടെ. നിങ്ങൾ ആമീൻ പറയും. മക്കളില്ലാതെ സങ്കടപ്പെടുന്ന കുറെ പാവങ്ങളുണ്ട്. അല്ലാഹുവേ, അവർക്കെല്ലാം നീ മക്കളെ കൊടുക്കറബേ. ഇന്ന് എത്ര ആളുകളാണ് മടവൂരിൽ വന്ന് സങ്കടം പറഞ്ഞത്, മക്കളില്ല എന്ന വിഷമം പറഞ്ഞത്. അല്ലാ,
നീ അവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കണേ റഹ്മാനെ. നീ സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കണേ റഹ്മാനെ. പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് ഞാൻ പറയാണ്, അതൊരു സന്തോഷമാണ്, അതൊരു സന്തോഷമാണ്. കാരണം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോളെ സ്നേഹമാ ബീവി ഫാത്തിമ റളിയല്ലാഹ് സ്വർഗീയ രാജവതി ഫാത്തിമ റളിയല്ലാഹ് സ്നേഹമാ ബീവി ഫാത്തിമ റളിയല്ലാഹ് സ്വർഗീയ രാജവതി ഫാത്തിമ റളിയല്ലാഹ് സ്നേഹത്താലെന്നും പാരിൽ മാതൃക കാട്ടി ബീവി സ്നേഹത്താലെന്നും പാരിൽ മാതൃക കാട്ടി ബീവി മുത്ത് റസൂലിൽ അരമപ്പൂവായി വന്ന തിങ്കൾ സയ്യിദത്ത് ഫാത്തിമ ബീവി സ്നേഹമാ ബീവി ഫാത്തിമ റളിയല്ലാഹ് സ്വർഗീയ രാജവതി ഫാത്തിമ റളിയല്ലാഹ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ ഗർഭം ധരിച്ചതെന്ന അല്ലാഹ്, അതൊരു സന്തോഷമുള്ള സമയം. അതാ ഞാൻ പറഞ്ഞത്, ഗർഭിണി ഒരു പെണ്ണ് ഗർഭിണിയാവാന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ അന്ന് സന്തോഷമാവണം. അന്ന് എല്ലാവർക്കും വിളിച്ചറിയിക്കണം. ഇതിങ്ങനെ അല്ലാതെ അങ്ങനെ അന്നും ഇങ്ങനെ നിങ്ങളിങ്ങനെ പൈങ്കഞ്ഞി ചോറുണ്ടാക്കാൻ നിൽക്കരുത്. അന്നൊക്കെ ഒരു സന്തോഷത്തിന്റെ ഒരു ദിവസമാണ്. ഫാത്തിമ ബീവി ഗർഭിണിയായപ്പോ വീട്ടിലുണ്ടായ സന്തോഷത്തെ കുറിച്ച് കേൾക്കണം. ഞാൻ പറഞ്ഞുതരാം, നല്ല രസമാണ് ചരിത്രം. ഫാത്തിമ ബീവി ഗർഭിണിയാവുന്നതെന്ന ഫാത്തിമ ബീവി ഗർഭിണിയാകുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ രണ്ട് സന്തോഷം ഉണ്ടായിട്ടുണ്ട്. രണ്ട് സന്തോഷം. ആ രണ്ട് സന്തോഷം എന്ന് പറഞ്ഞുതരാം. നിങ്ങൾ എങ്ങനെ കരുതിയെത്താ ഗർഭം ധരിക്കുക എന്നുള്ളത് ഇങ്ങനെ ഇങ്ങനെ മുട്ടായി ഇങ്ങനെ വാങ്ങുക, മുട്ടായി ഇങ്ങനെ കൊടുക്കുക, അങ്ങനെയാ? അതല്ല. ജീവിതത്തിൽ അള്ളാഹു തരുന്ന ഒരു സൗഭാഗ്യമാണ്. അത് ആഘോഷിക്കുക വേണം. അത് ബർക്കത്താണ്. അത് ബർക്കത്താണ്. അല്ലാതെ എങ്ങനെയാണ് ഭാര്യ ഗർഭിണിയായത് എങ്ങനെ ആഘോഷിക്കേണ്ട അറിയോ? ഫാത്തിമ ബീവിന്റെ ചരിത്രം ഞാൻ പറഞ്ഞുതരാം. ഭാര്യ ഗർഭിണിയാണ്, പോവല്ലേ വെച്ചാ പോവാ, ബാറിലേക്ക് പോവാ, അങ്ങനെയല്ല. അന്ന് കൂട്ടുകാരൊക്കെ ഒന്ന് കൂട്ടിയിട്ട് ഒരു പെക്ക് കടിച്ചിട്ട് ഒരു ചീറ കടിച്ചിട്ട് ഇങ്ങനെ സന്തോഷിക്കുക. ഇന്നെന്താടാ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല, എന്റെ പെണ്ണുമുള്ള ഗർഭിണിയാണ്. ഗർഭിണിയായതിന് മറ്റുള്ളവർക്ക് ഇങ്ങനെ ഈ കള്ള വലത്തല്ല വേണ്ടിയത്. കുടുംബത്തിൽ അന്നൊരു സന്തോഷം ഉണ്ടാക്കണം. കുടുംബത്തിലും കൂട്ടുകാർക്കിടയിൽ ഒരു സന്തോഷം ഉണ്ടാക്കാൻ വേണ്ടത്. ഫാത്തിമ ബീവി ഗർഭിണിയായ ആ ഒരു സന്തോഷം ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞുതരാം. എല്ലാവരും ഫാത്തിമ ബീവിക്ക് ഒരു ഫാത്തി ഓതി. ഞാൻ അപ്പോൾ തന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കട്ടെ. എല്ലാവരും ഫാത്തിമ ബീവിക്ക് ഒരു ഫാത്തി ഓതി. വെറുതെ ഇരിക്കല്ലേ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അൽഹംദുലില്ലാഹ് ലക്ഷക്കണക്കിന് ആളുകൾ ആമീൻ പറയാണ്. എല്ലാവരും ഫാത്തിമ ബീവിക്ക് ഒരു ഫാത്തി ഓതിക്കോളി. എന്നിട്ട് ഫാത്തിമ ബീവി ഗർഭിണിയായ ആ ഒരു സന്തോഷ വാർത്ത ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞു തരട്ടോ. ഒരു ഫാത്തിഹ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. അല്ലാഹുവേ, ഞങ്ങൾ ഓതിയ ഫാത്തിഹ നീ കബൂലാക്കണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ. അതിന്റെ ബറക്കത്ത് കൊണ്ട് റബ്ബേ, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹ് മക്കളില്ലാത്തവർക്ക് നീ മക്കളെ കൊടുക്കണേ റഹ്മാനെ, നീ മക്കളെ കൊടുക്കണേ അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് നീ സ്വലാഹിയത്തുള്ള മക്കളെ കൊടുക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ്. അല്ലാഹുവേ, നീ സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കണേ റഹ്മാനെ. ഫാത്തിമ ബീവി റളിയല്ലാഹുവിന്റെ ചരിത്രം നല്ല രസമാണ്. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
പരിശുദ്ധമായ ജമാദുൽ ഉഖ്റയിലാണ് ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ 20-ന് ഇൻഷാ അല്ലാഹ് വെള്ളിയാഴ്ച അല്ലാഹു നൽകിയ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് മഹദിയായ ബീബി ഫാത്തിമ റളിയല്ലാഹു അൻഹ. ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ 35-ാമത്തെ വയസ്സിൽ 2 സന്തോഷങ്ങളാണ് അല്ലാഹു നൽകിയത്. 2 മനോഹരമായ സന്തോഷങ്ങളാണ് അല്ലാഹുവിന്റെ ഹബീബിന് അല്ലാഹു നൽകിയത്. അതിൽ നിന്ന് ഒന്നാമത്തെ അനുഗ്രഹമേതെന്നറിയോ? ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് പറഞ്ഞില്ലേ, നബിയേ ഈ ആപ്പിൾ തങ്ങളെ കഴിക്കോ നബിയേ, ഇത് സ്വർഗ്ഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ആപ്പിളാണ് നബിയേ, ഇത് സ്വർഗ്ഗത്തിൽ നിന്ന് അല്ലാഹു കൊണ്ടുവന്ന ആപ്പിളാണ്, ആപ്പിളാണ് അല്ലാഹു തന്ന ആപ്പിളാണ് നബിയേ, ഇത് ഞങ്ങൾ ഭക്ഷിക്കണം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിൽ നിന്ന് അല്പമാണ് ഭക്ഷിച്ചത്. അതിന്റെ പകുതി ഭാഗം മുത്തുനബി കൊണ്ടുപോവുകയാണ്. തന്റെ വീട്ടിൽ കഴിയുന്ന സഹധർമ്മിണിയായ മഹദിയായ ഖദീജത്തുൽ കുബ്രാ റളിയല്ലാഹു അൻഹാ സ്നേഹമെന്താണെന്ന് പഠിപ്പിച്ചു തരുകയാണ്. ലോകത്തിന്റെ നൂറേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വർഗ്ഗത്തിൽ നിന്ന് ലഭിച്ച ആപ്പിളാണെന്നറിഞ്ഞപ്പോ ആരംഭ റസൂലുള്ള ഒറ്റയ്ക്ക് കഴിച്ചില്ലല്ലോ, തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഖദീജ ബീവിക്ക് കൊടുത്തത് ചരിത്രമല്ലേ? അറിവിന്ദിലാവ് കേൾക്കുന്ന ഈമാനുള്ള ചെറുപ്പക്കാരാ, നമുക്കൊരു സുഭിക്ഷമായ ഭക്ഷണം കിട്ടുമ്പോ, നമ്മളൊരു സുഭിക്ഷമായ ഭക്ഷണം കഴിക്കുമ്പോ നമ്മൾ മാത്രം കഴിച്ചാൽ പോരെ മോനെ, നമ്മൾ മാത്രം അതിന്റെ രുചി അറിഞ്ഞാൽ പോരെ മോനെ. നമ്മുടെ പാവപ്പെട്ട ഭാര്യ വീട്ടിലില്ലേ, ആ ഭാര്യക്ക് നമ്മളല്ലേ കൊണ്ടുകൊടുക്കേണ്ടത്? നമ്മളല്ലാതെ ആരാ ചെറുപ്പക്കാരാ, നമ്മളല്ലാതെ ആരാ പൊന്നുമോനെ? നമ്മൾ മാത്രം നല്ല ബിരിയാണി കഴിച്ചാൽ മതിയോ? നമ്മൾ മാത്രം നല്ല കുഴിമന്തി കഴിച്ചാൽ മതിയോ? നമ്മൾ മാത്രം നല്ല ബ്രോസ്റ്റ് കഴിച്ചാൽ മതിയോ? നമ്മളെ കഴിക്കുന്നതൊക്കെ നമ്മുടെ പെണ്ണ് കഴിക്കണം മോനെ, നമ്മളെ കഴിക്കുന്നതൊക്കെ നമ്മുടെ ഉമ്മ കഴിക്കണം മോനെ, നമ്മളെ കഴിക്കുന്നതല്ല നമ്മുടെ പാവപ്പെട്ട ബാപ്പ കഴിക്കണം മോനെ. നമുക്ക് വേണ്ടി ഉമ്മയും ബാപ്പയും പട്ടിണി കിടന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമുക്ക് വേണ്ടി നമ്മുടെ ഉമ്മയും ബാപ്പയും ചെറുപ്പത്തിൽ പട്ടിണി കിടന്നത് നമുക്ക് ഓർമ്മയുണ്ടോ? നമ്മൾ അറിഞ്ഞില്ല, നമ്മളെ വിശപ്പടക്കാൻ വേണ്ടി ഉമ്മ ബാപ്പ പട്ടിണി കിടന്ന രാവുകൾ എത്രയാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മറക്കല്ല മോനെ, മറക്കല്ല മോനെ. ഒരു സ്വാലിഹായ ഭർത്താവിന്റെ അടയാളം അങ്ങനെയാണ്. നമ്മളെ സുഭിക്ഷമായ ഭക്ഷണം കഴിച്ചാൽ അത് എന്റെ ഭാര്യയും കഴിക്കണമെന്ന് ആഗ്രഹത്തോടെ ഭാര്യയ്ക്ക് കൊണ്ട് കൊടുക്കണോ? അതല്ലേ മഹദിയായ ഖദീജ ബീബി റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് കൊടുക്കുകയാണ്. ഖദീജ, ഇത് സ്വർഗ്ഗത്തിലെ പഴമാണ് മോളെ, ഇത് സ്വർഗ്ഗത്തിലെ പഴമാണ് മോളെ, ഇത് സ്വർഗ്ഗത്തിലെ പഴമാണ് പൊന്നുമോളെ. ആ ഖദീജ ബീബി റളിയല്ലാഹു അൻഹ സ്വർഗ്ഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ആപ്പിൾ ഉണ്ടല്ലോ, ആ ആപ്പിളിന്റെ ഭാഗം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഴിച്ചതിന്റെ ബാക്കി ഭാഗം ഖദീജ ബീവി കഴിക്കുന്ന അന്നത്തെ രാത്രിയാണ്, അന്നത്തെ രാത്രിയാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ ഉദരത്തിന്റെ അകത്ത് അല്ലാഹു ഫാത്തിമ ബീവി എന്ന പൊന്നുമോളെ കൊടുക്കുന്നത്. സ്വർഗ്ഗത്തിലുള്ള കഴിച്ച പഴമില്ലേ, സ്വർഗ്ഗത്തിലുള്ള കഴിച്ച പഴം കഴിച്ച അന്നത്തെ രാത്രിയാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ ഖദീജ ബീവി ഗർഭം ധരിക്കുന്നതല്ലാ. അന്നത്തെ രാത്രിയാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഫാത്തിമ ബീവിയെ ഗർഭം ധരിക്കുന്നത്. നല്ല രസമുള്ള ചരിത്രം. ഇൻഷാ അല്ലാഹ് ഫാത്തിമ ബീവിന്റെ കഥ പറയുമ്പോൾ പറഞ്ഞുതരാം. ഇപ്പൊ വിഷയത്തിലേക്ക് തന്നെ വരികയാണ്. അല്ലാഹുവേ, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിച്ച ഭക്ഷണത്തിന്റെ ബാക്കി ഭാഗം നമ്മളിപ്പോ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ നിങ്ങൾ കഴിച്ച ഭക്ഷണത്തിന്റെ പഴത്തിന്റെ ബാക്കി ഭാഗം ആര് കഴിച്ച? ഫാത്തിമ ബീവി കഴിച്ചു. ഇപ്പോ പാവപ്പെട്ട ഭർത്താവ് ചിലപ്പോ ഒരു ബ്രോസ്റ്റ് ഒക്കെ വാങ്ങിയിട്ടുണ്ടാവും, കാശില്ലായിട്ട് ചിലപ്പോ പെണ്ണിന് ബ്രോസ്റ്റ് കൊടുക്കട്ടെ ചിലപ്പോ ഒന്നൊക്കെ വാങ്ങിയിട്ടുണ്ടാവും. അപ്പൊ എന്തേ പൂരിക്ക് ചിലപ്പോ ഒരു കടിക്ക് കടിച്ചിട്ടുണ്ടാവും. നിങ്ങൾ കഴിച്ചതിന്റെ ബാക്കിയാണ് കൂടുന്നത്. ചില ആളുകൾ പറയും മുത്തുനബി കഴിച്ച ബാക്കിയാണ് ഖദീജ ബീവി കഴിച്ചത്. ഡക അത് മറക്കണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ആപ്പിള് അത് കഴിച്ചതിന്റെ ബാക്കി ഭാഗമാണ് ആര് കഴിച്ചത്? ഖദീജ ബീവി കഴിച്ചത്. ഇനി ഭർത്താക്കന്മാരെ എന്തെങ്കിലും കൊണ്ടുവരുമ്പോ അതിനൊരു പൊട്ടുണ്ടോ, അതിനൊരു കട്ടിങ് ഉണ്ടോ, അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ കഴിച്ചതിന്റെ ബാക്കി കഴിക്കാനാ ഞാൻ പറഞ്ഞാണ്ട് ബീമ്പളക്കാൻ നിൽക്കണ്ട. അത് ഭർത്താക്കന്മാര് സ്നേഹത്തോടെ തരികയാണ്, അത് നിങ്ങൾ വാങ്ങണം. അത് സ്നേഹത്തോടെ തരാണ്, അത് വാങ്ങണം. അല്ലാതെ അതിനെന്തെങ്കിലും കുറ്റം കുറവുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ കഴിക്കണ ഭക്ഷണത്തിന് എന്തെങ്കിലും നമ്മൾ കുറ്റം കുറവ് കാണുന്നുണ്ടോ? നമ്മൾ കാണും? ഇല്ല, കാണൂല. നല്ല ഭർത്താക്കന്മാര് കാണൂല. നമ്മുടെ ഉമ്മമാർക്ക് അല്ലാഹു സ്വർഗം കൊടുക്കട്ടെ. പാവങ്ങളാണ് അവർ, അല്ലേ? ആലോചിച്ച് നോക്കിയേ, പാവങ്ങളാണ്. നമുക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി എത്രയാണ് അവർ കഷ്ടപ്പെടുന്നത്. ഒരുപാട് പ്രതിസന്ധികൾ. നമ്മുടെ ഉമ്മ നമുക്ക് വേണ്ടി ഇൻഷാ അല്ലാഹ് അതൊക്കെ മറ്റൊരു വിഷയമാണ്, പറയാൻ സമയമില്ല. നമ്മുടെ ഭാര്യ നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത് എത്രയാ. നമ്മൾ എന്നിട്ട് അവരുണ്ടാക്കി തരുന്ന ഭക്ഷണത്തെ നമ്മൾ കുറ്റം പറയരുത്. നിങ്ങൾ പറയുന്നവരാണ് എന്നല്ല ഉസ്താദ് പറയുന്നത്, അങ്ങനെ പറയരുത്. അപ്പൊ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ ഗർഭം ധരിക്കുന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അന്നത്തെ ആ ഒരു സ്വർഗ്ഗത്തിൽ നിന്ന് കൊണ്ടുവന്ന പഴം കഴിക്കുന്ന സമയത്ത് അല്ലാഹുവേ ഉടനെ തന്നെ സന്തോഷം അറിയിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഖദീജ ബീബി റളിയല്ലാഹു അൻഹ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോ ആ കുടുംബ അല്ലാഹു വലിയ സന്തോഷം നൽകുന്ന അല്ലാഹ്. അത് സന്തോഷിക്കേണ്ട രാവാണ് മോനെ, അത് ആഹ്ലാദിക്കേണ്ട രാവാണ് മോനെ, അത് സന്തോഷത്തിന്റെ ദിവസങ്ങളാണ് പൊന്നുമോനെ. മാഷാ അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ പറഞ്ഞല്ലോ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 35ാമത്തെ വയസ്സിനാണ് ആ സംഭവം. 2 അനുഗ്രഹങ്ങൾ അല്ലാഹു നൽകിയെന്ന് പറഞ്ഞല്ലോ. ഉടനെ ഒന്നാമത്തെ അനുഗ്രഹം, മറ്റൊരു അനുഗ്രഹം എന്തെന്നറിയോ? പരിശുദ്ധമായ കഅബാലയത്തെ പുനർനിർമ്മാണം നടത്തിയ സമയത്ത് കഅബാലയത്തിന്റെ മക്കാ മലമുകളിൽ നിന്ന് ഒലിച്ചു വന്ന വെള്ളപ്പൊക്കത്തിലൊക്കെ പരിശുദ്ധമായ കഅബയുടെ ഭാഗങ്ങളൊക്കെ തകർന്നു പോയപ്പോ ആ കഅബ പുനർനിർമ്മാണം നടത്തിയില്ലേ? ആ പുനർനിർമ്മാണം കഴിഞ്ഞ സമയത്ത് കഅബാലയത്തിന്റെ പരിസരത്ത് സ്വർഗ്ഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ഹജറുൽ അസ്വദ് വെക്കേണ്ടതാരാണ് എന്ന ചർച്ച ഇങ്ങനെ കഅബാലയത്തിന്റെ പരിസരത്ത് നിന്ന് നടക്കുകയാണ്. അപ്പോഴാണ് വലീദ് ഇബ്നു മുഗീറ എന്ന പുരോഹിതൻ വന്നുകൊണ്ട് പറഞ്ഞത്, കഅബാലയത്തിന്റെ പരിസരത്ത് നിന്ന് ഈ ഹജറുൽ അസ്വദ് വെക്കേണ്ടതാരെന്നറിയോ? അബൂ ഉമയ്യത്ത് ഇബ്നു മുഗീറ പറയുകയാണ്, ഖുറൈശികളെ, കഅബാലയത്തിന്റെ പരിസരത്ത് മനോഹരമായ ഹജറുൽ അസ്വദ് സ്ഥാപിക്കേണ്ടതാരാണെന്ന വിഷയത്തിൽ ആർക്കും തർക്കം വേണ്ട. എല്ലാവരും ആ കവാടത്തിലേക്ക് നോക്കുക, കഅബാലയത്തിന്റെ ബാബിലേക്ക് നിങ്ങൾ നോക്കുക. ആ കവാടത്തിലൂടെ ആരാണ് ഇനി കയറി വരുന്നത്? ആ കയറി വരുന്നവരെ ഹജറുൽ അസ്വദ് വെക്കട്ടെ. ഖുറൈശികൾ എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുകയാണ്. കഅബാലയത്തിന്റെ പരിസരത്ത് കഅബാലയത്തിന്റെ മൂലയിൽ ഹജറുൽ അസ്വദ് വെക്കാറ് ആ കടന്നുവരാ ഭാഗം ലഭിച്ചവനാരാ? എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുമ്പോഴാ കടന്നു വരികയാണ്. തൊല്ലകൾ ബദറു അലൈനാ മിൻ സനിയാത്തി വദാഇ വജബ ശുക്രു അലൈനാ മാദാലില്ലാഹി ദാഇ യാ നബി സല്ലല്ലാഹു അലൈഹി या रसूल सलाम अलैको, या हबीब सलाम अलैको, सलवातुल्लाह अलैको. ആ കവാടത്തിലൂടെ കടന്നു വരികയാണ് ലോകത്തിൽ നൂറേ നബി മുഹമ്മദ് മുസ്തഫ. അല്ലമീനാണ്
നല്ല മീനാണ്, നല്ല മീനാണ്, നല്ല മീനാ. മക്ക എന്ന പരിശുദ്ധമായ രാജ്യം ഒരേ വാക്കോട് അംഗീകരിക്കുന്ന നാമമാണ്. അല്ലമീൻ എന്ന ചെറുപ്പക്കാരനാണ് കടന്നു വരുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് കവാടത്തിലൂടെ കടന്നു വന്നപ്പോ നബിയേ നിങ്ങളാണ് മുഹമ്മദ് തങ്ങളെ, ഈ ഹജറുൽ വസ്വദ് വെക്കാൻ ഏറ്റവും നല്ല ഉടമസ്ഥൻ നിങ്ങളാണ്. അന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജറുൽ അസ്വദ് സ്ഥാപിക്കുകയാണ്. ഹജറുൽ അസ്വദ് അന്ന് സ്ഥാപിക്കുന്ന ആ ഒരു സന്തോഷത്തില് അല്ലാഹുവിന്റെ ഹബീബ് പരിശുദ്ധമായ ഭവനത്തിലേക്ക് മടങ്ങിയപ്പോ അപ്പോഴാണ് ജിബ്രീൽ വന്ന് പറഞ്ഞത്, നബിയേ ഇത് ശുക്രിന്റെ സുജൂദിന്റെ സമയമാണ് നബിയേ, ഇത് സന്തോഷത്തിന്റെ സമയമാണ് നബിയേ. ഒന്നാമത്തെ സന്തോഷം എന്തെന്നറിയോ? കഅബാലയത്തിലെ പരിസരത്ത് ഹജറുൽ വസ്വദ് സ്ഥാപിക്കാൻ അല്ലാഹു നിങ്ങൾക്ക് സൗഭാഗ്യം തന്നില്ലേ നബിയേ, അതിന് ശുക്രിന്റെ സുജൂദ് ചെയ്യണം നബിയേ. രണ്ടാമത്തെ സന്തോഷം എന്തെന്നറിയോ? ഇന്നത്തെ ദിവസമാണ് നബിയേ, ഇന്നത്തെ ദിവസമാണ് നബിയേ തങ്ങളെ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന ഖദീജത്തുൽ കുബ്രാ റളിയല്ലാഹു അൻഹ ഫാത്തിമ ബീവി എന്ന തങ്കക്കുടത്തെ ഈ ലോകത്തേക്ക് സമ്മാനിച്ച ദിവസം എന്നാണ് നബിയേ. അന്നത്തെ ദിവസമാണ് ഫാത്തിമ ബീവിക്ക് ഖദീജ ബീവി ജന്മം കൊടുക്കുന്നത്. അല്ലാഹുവേ ഉടനെ തന്നെ ശുക്രിന്റെ സുജൂദ് ചെയ്യുകയാണ്. ലോകത്തിന്റെ നൂറേ നബി മുഹമ്മദ് മുസ്തഫ. ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട് ചെറുപ്പക്കാരാ. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് അവിടുത്തെ ഭാര്യ ഗർഭിണിയാണെന്നറിഞ്ഞ ഉടനെ ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഉടനെ തന്നെ ശുക്രിന്റെ സുജൂദ് ചെയ്യുകയാണ്. ഉടനെ തന്നെ ശുക്രിന്റെ സുജൂദ് ചെയ്യുകയാണ്. നിന്റെ ഭാര്യ പ്രഗ്നന്റ് ആയെന്നറിഞ്ഞ ഉടനെ സന്തോഷത്തോടെ അൽഹംദുലില്ലാ പറഞ്ഞിട്ട് നീ ശുക്രിന്റെ സുജൂദ് ചെയ്യണേ. മിൻ ബറകത്തി മറയത്തി സുറഅത്തു റഹ്മിഹാ. ഭാര്യ ഗർഭിണിയാവുക എന്നുള്ളത് അല്ലാഹു ആ ഭാര്യക്ക് ഭർത്താവിന് നൽകുന്ന സൗഭാഗ്യമാണ്. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് അതിന്റെ തൗഫീഖ് തരട്ടെ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഗർഭം വന്ന ഏറ്റവും വലിയ അനുഗ്രഹം പെണ്ണിന് തന്നതന്നെ എന്തുകൊണ്ടാ? പെണ്ണിനെ അല്ലാഹു അത് തന്നതെന്തുകൊണ്ടാ? നിങ്ങൾ ഗർഭം എന്നുള്ള ആ ഒരു അമല് കൊണ്ട് നിങ്ങൾക്ക് സ്വർഗം വാങ്ങിക്കൂട്ടാൻ പറ്റും. ഉറപ്പാണ്, സ്വർഗം വാങ്ങിക്കൂട്ടാൻ നിങ്ങൾക്ക്. ആണുങ്ങൾ പള്ളിയിൽ പോണില്ലേ? പള്ളിയിൽ പോകുന്നുണ്ട്. ആണുങ്ങൾ എന്തെല്ലാം ഇബാദത്തുകൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനൊന്നും പെണ്ണിനൊരു പരിധി ഉണ്ടല്ലോ. എല്ലാത്തിനും പെണ്ണിനൊരു പരിധിയുണ്ട്. പക്ഷേ ഞാൻ പറയട്ടെ, ഒരു പുരുഷനെ കവച്ചു വെച്ചുകൊണ്ട് ഇബാദത്തിന്റെ വിഷയത്തിൽ പ്രതിഫലം വാങ്ങിക്കൂട്ടാൻ പറ്റുന്ന വിഷയത്തിൽ പെണ്ണേ നിനക്ക് അല്ലാഹു ഒരു വഴി തന്നിട്ടുണ്ടെങ്കിൽ ആ വഴിയാണ് നീ ഗർഭിണിയാവുക എന്നുള്ളത്. അതങ്ങനെയാ. നീ ഗർഭിണിയാവുക എന്നുള്ളത് അല്ലാഹു നിനക്ക് തരുന്ന സൗഭാഗ്യമാണ്. മക്കളുള്ള ഉമ്മമാരെ നിങ്ങൾ അൽഹംദുലില്ലാ പറഞ്ഞോളി. നിങ്ങൾ മക്കളില്ലാത്തവരെ നിങ്ങളും പറഞ്ഞോളി. നിങ്ങൾക്ക് അല്ലാഹു മക്കളെ തരും, ഉറപ്പാ. എല്ലാവരും മൂന്നിട്ട് അൽഹംദുലില്ലാ പറയും. അൽഹംദുലില്ലാ റബ്ബേ, ഗർഭിണികൾക്ക് നീ സുഖപ്രസവം കൊടുക്കണേ അല്ലാ. അതേ പ്രതിഫലങ്ങൾ വാരിക്കൂട്ടാൻ പറ്റിയ ഏറ്റവും വലിയൊരു സമയമാണ്. ഏറ്റവും വലിയൊരു സമയം നമ്മൾ പറഞ്ഞല്ലോ. ഗർഭിണിയാണെന്നറിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് ഒരു ചെറിയ ദാനധർമ്മം നമ്മൾ ചെയ്യണം. ഒരു ദാനധർമ്മം നമ്മൾ ചെയ്യണം. ഗർഭിണിയാണെന്നറിഞ്ഞ ഉടനെ പാവങ്ങൾക്ക് ചെറിയൊരു ദാനധർമ്മം നമ്മൾ ചെയ്യണം. ചെറുപ്പക്കാരാ, നിന്റെ ഭാര്യ ഗർഭിണിയാണെന്നറിഞ്ഞ ഉടനെ പാവപ്പെട്ട ഒരാൾക്ക് നിങ്ങൾ ഭക്ഷണം കൊടുക്കണം. അതല്ലെങ്കിൽ 101 രൂപ ഏതെങ്കിലും പാവങ്ങൾക്ക് കൊടുക്കണം. അത് മുസ്ലിം ആണെങ്കിലും ഹൈന്ദവ കുടുംബമാണെങ്കിലും ആരാണോ പാവപ്പെട്ടവർ നിങ്ങളെ കാണുന്നത് ആ പാവപ്പെട്ടവർക്ക് നിങ്ങളൊരു സ്വതക്ക കൊടുക്കണേ. കാരണം സന്തോഷം വരുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന സ്വതക്ക, ആ സ്വതക്കയുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്ക് ആ സന്തോഷത്തിന്റെ ശക്തി അല്ലാഹു വർദ്ധിപ്പിച്ചു തരുമെന്നാണ്. അങ്ങനെ ചെയ്യണം നമ്മൾ. ഭാര്യ ഗർഭിണിയാണെന്ന് അറിഞ്ഞ ഉടനെ എന്ത് ചെയ്യണം?
അല്ലാ. അപ്പോ ഇതിന് നമ്മൾ ചെലവിനെ കുറിച്ച് ആലോചിക്കരുത്. അല്ലാഹുവേ എന്ത് ചെയ്യും അങ്ങനെ ആലോചിക്കരുത്. എന്തെങ്കിലും ഒരു ചെറിയ സദഖ, ഒരു 101 രൂപ ഇനിയിപ്പോ സ്വന്തം ഭാര്യക്ക് തന്നെ കൊടുത്താലും മതി. അൽഹംദുലില്ലാ. നമ്മൾ കൊടുക്കൂലേ, ചെലവ് മാനട്ടോ അറിയാം നമ്മൾ. ആ ചെലവാണെന്ന് പാവങ്ങൾക്ക് നമ്മൾ കൊടുക്കുക. കുടുംബത്തിന് കൊടുക്കണം. കുടുംബത്തിന് ഇപ്പൊ പലരും ഇപ്പൊ ഗർഭിണിയാണെന്ന് പറയാത്തത് എന്താ, ചെലവ് കൊടുക്കാൻ പേടിച്ചിട്ടാണ്. അതെങ്ങനെയാണ്? ഗർഭിണി ആയാലും ഹോട്ടലിൽ പോകണം. ഭാര്യ ഗർഭിണിയാണെന്ന് അറിഞ്ഞാൽ ചെലവ് പോണ്ട, നമുക്ക് നമ്മളങ്ങനെയല്ലേ പറയാം, പോണ്ട നമുക്ക് അറിയാം. കാരണം ചെലവ് കൊടുക്കണമെന്ന് പേടിച്ചിട്ട് ചിലപ്പോ ഗർഭിണി ആയ വിവരം തന്നെ ചിലവര് പറയില്ല. അങ്ങനത്തെ ചില കള്ളന്മാരുണ്ട്. അതൊന്നും നിങ്ങൾ പറയാം, അതൊന്നും നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ പറഞ്ഞോളി ഇൻഷാ അല്ലാഹ്. അപ്പോ പാവങ്ങൾക്ക് എന്തെങ്കിലും ഇൻഷാ അല്ലാഹ് ഒരു ചെറിയൊരു സ്വതക്ക നമ്മൾ കൊടുക്കണം. അല്ലാഹുവേ ഭാര്യ ഗർഭിണിയാണെന്നറിഞ്ഞാൽ പെണ്ണേ അന്ന് മുതൽ നിന്റെ ജീവിതത്തിന് ഒരു മാറ്റം വരണം മോളെ. അന്ന് മുതൽ നിന്റെ ജീവിതത്തിൽ ഒരു മാറ്റം വേണം മോളെ. നീ ഗർഭിണിയാണെന്നറിഞ്ഞാൽ നീ ഒരു കുഞ്ഞിന്റെ മാതാവാനുള്ളവരാണ്. നീ ഒരു കുഞ്ഞിന്റെ മാതാവാൻ പോവുകയാണല്ലോ. അല്ലാഹുവേ നിന്റെ ജീവിതത്തിൽ ഇതുവരെ ഒറ്റൊരുത്തന്റെ ഭാര്യയായിരുന്നു നീ. ഇനി ഒരു ഉമ്മയാവാൻ പോവുകയാണ്, ഇനി ഒരു മാതാവാൻ പോവുകയാണ്. ഒരു കുഞ്ഞിന്റെ ഉമ്മ, ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയാണ് നിന്റെ ഉദരത്തിന്റെ അകത്ത് വളരുന്നത്. ഒരു കുടുംബത്തിന്റെ തണലാണ് നിന്റെ ഉദരത്തിന്റെ അകത്ത് വളരുന്നത്. ഈ ഉമ്മത്തിന്റെ പ്രതീക്ഷയാണ് ഗർഭവന്ത നിന്റെ ഉദരത്തിന്റെ അകത്ത് അല്ലാഹു തന്നതെന്ന് ആ ഒരു ബോധം എന്റെ പൊന്നുമോളെ നിന്റെ ജീവിതത്തിൽ വേണം. നീ ഗർഭിണിയാകുന്നതിന്റെ മുമ്പ് കിടന്നുറങ്ങിയതുപോലെ ഗർഭിണിയാതിന് ശേഷം കിടന്നുറങ്ങരുത്. ഗർഭിണിയാകുന്നതിന്റെ മുമ്പുള്ള ജീവിതവും ഗർഭകാലത്തെ ജീവിതവും തമ്മിൽ വ്യത്യാസം വേണം മോളെ. ആ ചരിത്രങ്ങളൊക്കെ നമുക്ക് പാഠമാണ്. മഹദിയായ മറിയം ബീവിയുടെ ചരിത്രം നമുക്ക് പാഠമാണ്. ഗർഭിണിയായ ഒരു പെണ്ണ് ആദ്യം മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത് എന്തെന്നറിയോ? അല്ലാഹുവേ ഇതിന് എനിക്ക് തന്ന ഭാഗ്യമാണല്ലോ അല്ലാ, ഇത് ഞാൻ കൈവടിയൂല അല്ലാ. ചില ഭർത്താക്കന്മാരെ പറയും ഗർഭം ഒഴിവാക്കാൻ വേണ്ടി പറയാറില്ലേ? ഗർഭം ഒഴിവാക്കുന്നത് പാപമാണ് ഉമ്മത്തേ, പാപമാണ് ഉമ്മത്തേ, പാപമാണ് ഉമ്മത്തേ, പാപമാണ് ഉമ്മത്തേ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് സ്നേഹത്തോടെ ഉസ്താദ് പറയുകയാണ്. അറിവിന്ദിലാവ് കേൾക്കുന്ന ജനലക്ഷങ്ങളോട് സ്നേഹത്തോടെ പറയട്ടെ, ഭാര്യ ഗർഭിണിയായത് ഒരിക്കലും നിങ്ങൾ അബോർഷനാക്കല്ലേ, മരുന്ന് കുടിച്ചിട്ട് കളയല്ലേ, ഒഴിവാക്കല്ലേ. കാരണം അത് പാപമാണ്, അത് കുറ്റമാണ്, അത് ഏറ്റവും വലിയ കുറ്റമാണെന്ന് നമ്മൾ മറന്നു പോവല്ലേ. അല്ലാഹു തന്ന കുഞ്ഞിന്റെ ജീവൻ ഒഴിവാക്കാൻ അല്ലാഹു നമുക്ക് അവകാശം തന്നിട്ടില്ല ചെറുപ്പക്കാരാ. അല്ലാഹു തന്ന കുഞ്ഞിന്റെ ജീവൻ അല്ലാഹു നമുക്ക് നമ്മുടെ കുഞ്ഞിന്റെ റൂഹൂദിയതിന് ശേഷം മരുന്ന് കുടിച്ചിട്ട് അബോഷനാക്കി കളയാൻ അല്ലാഹു നമുക്ക് അധികാരം തന്നിട്ടില്ല മോളെ. അല്ലാഹുവേ ഉമ്മത്തിനെ കാത്തുരക്ഷിക്കണമല്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, മോളെ നീ ഗർഭിണിയായതിനു ശേഷം അല്ലാഹു നിനക്ക് പർവ്വത സമാനമായ പ്രതിഫലങ്ങൾ തരുന്നതാണ് എന്നാണ്. ഗർഭിണിയായ നിന്റെ ഉദരത്തിന്റെ അകത്ത് ഭർത്താവിന്റെ ബീജം വന്ന് നിലനിന്ന് നിന്റെ അണ്ടവും ഭർത്താവിന്റെ ബീജവും തമ്മിൽ കൂടിക്കലർന്നതിന് ശേഷം അതൊരു മാംസകഷ്ണമായി രക്തകഷ്ണമായി രൂപപ്പെടുന്നത് മുതലേ നിനക്ക് വിശേഷമായത് മുതലേ വിശേഷമാകുമ്പോ നിനക്ക് ഛർദി ഉണ്ടാകുമല്ലോ, വിശേഷമാകുമ്പോ നിനക്ക് ക്ഷീണം വരുമല്ലോ, വിശേഷമാകുമ്പോ നിനക്ക് അസ്വസ്ഥതകൾ വരുമല്ലോ. നിനക്ക് ആ തുടക്കം മുതലേ പ്രതിഫലമാണ്, ആ തുടക്കം മുതലേ പ്രതിഫലമാണ്, ആ തുടക്കം മുതലേ നിനക്ക് പ്രതിഫലമാണ്. ഗർഭിണിയായപ്പോ ഛർദിച്ചപ്പോ അല്ലാഹുവിനെ കുറ്റം പറയല്ലേ, ഗർഭിണിയായപ്പോ ക്ഷീണം വന്നോ മോളെ നീ അല്ലാഹുവിനെ ചീത്ത പറയല്ലേ.
അതിനൊക്കെ അല്ലാഹു നിനക്ക് സ്വർഗം തരുന്നതാണ് മോളെ. നിന്റെ ഭർത്താവിന്റെ കുഞ്ഞിനെ നിന്റെ ഉദരത്തിന്റെ അകത്ത് കൊണ്ട് നടക്കുമ്പോ നിനക്ക് ക്ഷീണം വരുമ്പോ, നിനക്ക് സങ്കടം വരുമ്പോ, നിനക്ക് തളർച്ച വരുമ്പോ, നിനക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല, എന്ത് കഴിച്ചാലും ഛർദിക്കുകയാണ്, വാഹനത്തിലൊന്ന് യാത്ര ചെയ്യാൻ കഴിയുന്നില്ല, യാത്ര ചെയ്യുമ്പോ ഛർദിക്കുകയാണ്, അടുക്കളയിലേക്ക് വരാൻ കഴിയുന്നില്ല, മീനിന്റെ സ്മെല്ല് ലഭിക്കുമ്പോ, ബീഫിന്റെ സ്മെല്ല് ലഭിക്കുമ്പോ, ഭക്ഷണത്തിന്റെ സ്മെല്ല് ലഭിക്കുമ്പോ നീ ഛർദിക്കുകയാണ് മോളെ. അതിലെല്ലാം ക്ഷമിക്കുമോളെ, അതിലെല്ലാം ക്ഷമിക്കൂ പെങ്ങളെ, അതിലെല്ലാം ക്ഷമിക്കണം എന്റെ പൊന്നുമോളെ. അതിനെല്ലാം അല്ലാഹു നിങ്ങൾക്ക് വലിയ പ്രതിഫലം തരും, മറക്കല്ലേ. അതിനൊക്കെ പടച്ച തമ്പുരാൻ ഏറ്റവും വലിയ പ്രതിഫലം നിങ്ങൾക്ക് ഒരുക്കി തരുന്നുള്ള മറന്നു പോവല്ലേ. അല്ലാഹ് അതാണ് പറഞ്ഞത്, പെണ്ണിന് പ്രതിഫലം വാങ്ങാൻ പറ്റിയ സമയമാണ് ഗർഭകാലം എന്നുള്ളത്. അതങ്ങനെയാണ്. നമ്മൾ ആ നിയത്ത് വെക്കണം. നമ്മളിങ്ങനെ വിശേഷമാകുമ്പോൾ നമ്മൾ എന്ത് ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലേ, നിങ്ങളെ കളിയാക്കല്ലേ കേട്ടോ, എന്ത് ഭക്ഷണം കഴിച്ചാലും നിങ്ങൾക്ക് ഛർദി വരും എന്ന് മറ്റേ ചില ആളുകളുണ്ട്. ഏതെങ്കിലും ഒരു മരുവള് ഗർഭിണിയായിട്ട് ക്ഷീണം വന്ന ഇജന്നുള്ള ഇവിടെ ഗർഭം ധരിച്ചിട്ട് ഞങ്ങളൊന്നും ഇവിടെ പറ്റിയിട്ടില്ല, അങ്ങനെ പറയരുത്. പഴയ മാർക്കത്തെ സഹോദരന്മാരല്ല ഇപ്പത്തെ പഴയ കാലത്തുള്ള ഉമ്മമാരാണ്. നിങ്ങൾക്ക് ക്ഷമിക്കാനും നിങ്ങൾക്ക് അതൊക്കെ ഉൾക്കൊള്ളാനുള്ള മനസ്സുണ്ട്. പുതിയ മക്കളൊക്കെ പുതിയ കാലത്തെ മക്കളല്ലേ, മൊബൈലിന്റെ മുന്നിൽ നിന്ന് വന്ന മക്കളല്ലേ, നമ്മളവരെ ചീത്ത പറയല്ലേ വേണ്ടത്. അവർക്ക് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തണം. അല്ലെങ്കിൽ ഏതെങ്കിലും മരുവള് അടുക്കളയ്ക്കൊന്നും വരാൻ കഴിയാതെ വിശേഷം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയാണ്, എപ്പോഴും ഛർദിയാണ്, എപ്പോഴും പ്രയാസങ്ങളാണ്, ഇജന്നുള്ളൂ ഇവിടെ പ്രസവിച്ചിട്ട് പോയി കച്ചവടം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവരെ നിരുത്സാഹപ്പെടുത്തരുത്, വേദനിപ്പിക്കരുത്. കാരണം ഗർഭിണിയായ ഒരു പെണ്ണിന് ഏറ്റവും കൂടുതൽ വേണ്ടത് എന്താ? നിങ്ങൾ കുറെ പച്ചമാങ്ങി, നിങ്ങൾ കുറെ പച്ചമുന്തിരി, നിങ്ങൾ വരെ ഇതൊക്കെ കൊണ്ടേ കൊടുക്കുക, അതല്ല വേണ്ടത്. ഏറ്റവും കൂടുതൽ ആ പെണ്ണിന് വേണ്ടത് മനസ്സമാധാനം. ഏറ്റവും കൂടുതൽ മറ്റേ പെണ്ണ ഗർഭിണിയായി കഴിഞ്ഞാൽ എനക്ക് കുറെ അനുഭവിക്കാണ്ട് കുറെ അങ്ങനെയാണ്. ഗർഭം എന്ന് പറഞ്ഞാൽ ചില സഹോദരിമാർക്ക് പേടിയുടെ ഒഴിവാക്കണം. ഗർഭിണികളായ സഹോദരിമാർ ആദ്യം വേണ്ടത് മനസ്സിലെ പേടി ഇങ്ങോട്ട് ഒഴിവാക്കണം. കാരണം ഗർഭകാലത്ത് പേടി ഉണ്ടായി കഴിഞ്ഞാൽ ആ പേടി മാറാൻ കുറച്ച് പ്രയാസം. ഗർഭകാലത്ത് നിങ്ങൾ പേടിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഉത്കണ്ഠ, ആ ഒരു ഭയം, ആ ഒരു പേടി മനസ്സിൽ നിന്ന് പോവണമെങ്കിൽ പിന്നെ കുറച്ച് പ്രയാസമാണ്. കാരണം എന്താ പറയുക, ഗർഭകാലം എന്ന് പറയുന്നത് നിങ്ങൾ ഒറ്റക്കല്ല, ഉദരത്തിന്റെ അകത്ത് വളരുന്ന കുഞ്ഞിനെ കൂടി നിങ്ങൾ താങ്ങി നടക്കുകയാണ്. ആ സമയത്ത് ഇങ്ങനെ ഒരാൾ ചെയ്യും, അനക്ക് കാണാം ഗർഭം എന്ന് പറഞ്ഞാലേ ഭക്ഷണം കഴിക്കും പോലെ നല്ല സുഖമുള്ള കാര്യമൊന്നല്ല പറഞ്ഞാണ്ട് നമ്മളിങ്ങനെ പേടിപ്പിക്കരുത്. സമാധാനത്തിന്റെ ഒരു പ്രശ്നമില്ല, വളരെ സന്തോഷാവട്ടെ എന്ന് പറഞ്ഞിട്ട് സമാധാനത്തിന്റെ വാക്കുകളാണ് നമ്മൾ ഓരോരുത്തരും പറഞ്ഞു കൊടുക്കേണ്ടത്. കാരണം എന്താ? അതാ പറഞ്ഞത്, ഗർഭം ധരിക്കുന്ന സമയത്ത് ഗർഭം ധരിക്കുന്ന സമയത്ത് നിങ്ങൾ അനുഭവിക്കുന്ന ഓരോ വിഷമങ്ങളും, നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ചിലപ്പോൾ ഛർദിക്കും, അപ്പോഴൊക്കെ നിങ്ങൾ ക്ഷമിക്കാം. അല്ലാ, എന്റെ ഉദരത്തിന്റെ അകത്ത് ഒരു കുഞ്ഞ് വളരുന്നുണ്ടല്ലോ റബ്ബേ, ആ കുഞ്ഞിന് വേണ്ടിയാണല്ലോ ഞാൻ ഇതൊക്കെ ക്ഷമിക്കുന്നത്. അല്ലാഹുവേ, അങ്ങനെ ക്ഷമിക്കുമ്പോഴാണ് മോളെ നിനക്ക് അല്ലാഹു വലിയ വലിയ പ്രതിഫലങ്ങൾ നൽകുന്നതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല ഏത് കാര്യത്തിനും അല്ലാഹു നല്ല പ്രതിഫലം തരും. പിന്നെ നിങ്ങളെ ശരീരം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ പോരാ. ഗർഭിണിയായ പെങ്ങളെ, നിങ്ങളെ ഉദരത്തിന്റെ അകത്ത് വളരുന്ന കുഞ്ഞിനെ കൂടി നിങ്ങളാണ് പ്രൊട്ടക്ട് ചെയ്യേണ്ടത്. നിങ്ങളാണ് അവരുടെ കാവലെന്ന് നിങ്ങൾ മറന്നു പോവല്ലേ. ആദ്യം ഗർഭിണി ഒഴിവാക്കേണ്ടത് മനസ്സിലെ പേടിയാണ്. ഗർഭം എന്നുള്ളൊരു സിമ്പിൾ വിഷയമാണ്. സിമ്പിൾ ആയവർക്കൊക്കെ സിമ്പിൾ വിഷയമാണ്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു അതങ്ങോട്ട് പേടിച്ചിട്ട് അങ്ങനെ പേടിച്ചറക്കരുത്. ഗർഭം തന്നെ അങ്ങനെ സംഭവം ഒന്നല്ല. സംഭവമാണോ ആ മൂലരിങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെ സംഭവം എന്ന് വെച്ചാൽ വേദന ഉണ്ടാവും, വിഷമങ്ങളുണ്ടാവും, ക്ഷീണം ഉണ്ടാവും. പക്ഷെ അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാണ് പറയണത്. അങ്ങനെ പേടിക്കേണ്ടവര് പേടിക്കും, പേടിയില്ലാത്തവർക്ക് എന്ത് പേടി? അള്ളാഹുവിനെ ഭയന്നാൽ, അള്ളാഹിനോട് ചോദിച്ചാൽ അള്ളാഹു നമ്മളെ പേടിക്ക് മാറ്റി തരൂലേ. അങ്ങനെ പേടിച്ച് നടക്കും ചെയ്യരുത്.
അങ്ങനെ ഭയന്ന് നടക്കും. അതിനൊക്കെ റബ്ബ് നമുക്ക് പ്രതിഫലം തരുന്നുണ്ട്. അപ്പൊ മനസ്സിലെ ഭയം നമ്മൾ അങ്ങ് എടുത്തു മാറ്റുക, മനസ്സിലെ പേടി. കാരണം എന്താണെന്നറിയോ, നിങ്ങൾ ഉദരത്തിന്റെ അകത്ത് നിങ്ങളെ കുഞ്ഞ് വളരുമ്പോ നിങ്ങൾ പേടിച്ചാൽ ആ ഉദരത്തിന്റെ അകത്ത് വളരുന്ന കുഞ്ഞിനത് ബാധിക്കും. നിങ്ങൾ എന്ത് ചെയ്യണം? നല്ലോണം റെസ്റ്റ് എടുക്കണം. നല്ല റെസ്റ്റ് നിങ്ങൾ എടുക്കണം. ഗർഭിണികൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ മേസിട്ട റൂമിൽ ഇങ്ങനെ കാൽമക്കാലം കയറ്റി വെച്ച് ഇങ്ങനെ കിടന്നുറങ്ങുക. അതല്ല അതിന്റെ അർത്ഥം. റെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഉദരത്തിൽ വളരുന്ന കുഞ്ഞിനൊരു പ്രോബ്ലം വരാത്ത രൂപത്തിൽ നിങ്ങൾക്ക് ചെറിയ ജോലിയൊക്കെ എടുക്കുക. അങ്ങനെ ചെയ്യാം. റെസ്റ്റ് എടുക്കണം. നിങ്ങൾ നല്ലവണ്ണം ഭക്ഷണം കഴിക്കണം. രണ്ടാക്കല്ല ഭക്ഷണം കഴിക്കണ്ട, ഒരാക്കില്ല. ഉദരത്തിന്റെ അകത്ത് വളരുന്ന കുഞ്ഞിന് കൂടിയും കഴിക്കണ്ട, ഒരാക്കിൽ തന്നെ കഴിച്ചാൽ മതി. നിങ്ങൾ നല്ലവണ്ണം റെസ്റ്റ് എടുക്കണം. കാരണം കുഞ്ഞിന് ആരോഗ്യം ഉണ്ടാവുന്ന ഭക്ഷണം നിങ്ങൾ കഴിക്കണം. ഗർഭിണികൾ ആ ഗർഭം ധരിക്കുന്ന സമയത്ത് അവർ ആഗ്രഹിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ ഭർത്താക്കന്മാര് കൊണ്ടു കിടക്കണം. ഗർഭം ധരിക്കുന്ന സമയത്ത് എന്തൊക്കെ ഇപ്പൊ വേണ്ടിവരാ? പച്ചമാങ്ങ വേണ്ടിവരും. അല്ലാ, അത് മാങ്ങല്ലാത്ത കാലാണെങ്കിലോ കുടുങ്ങിയ തന്നെ നമ്മള്. പച്ചമാങ്ങ ഇപ്പൊ പിന്നെ ഏത് കാലത്തും കിട്ടുമല്ലോ. ഇപ്പൊ പിന്നെ ഏത് കാലത്തും കിട്ടും. അണ്ടിപ്പരിപ്പ് വരെ മറ്റേ എന്താ പറയാ മോനെ മാവുണ്ടോ അങ്ങനെയൊക്കെ ഇറങ്ങിയപ്പോ മുട്ട വരെ ചൈനന്റെ മുട്ട ഇറങ്ങിയിട്ടില്ലേ? ഇല്ലേ? നിങ്ങൾ ഏത് ലോകത്താ? ഇല്ലേ? ഉണ്ട്. കോഴിമുട്ട വരെ ഇപ്പൊ ചൈനന്റെ കോഴിമുട്ട ഉണ്ട്. അല്ലാ, എന്താ ലോകത്ത് ഡ്യൂപ്ലിക്കേറ്റ് കിട്ടാത്ത എന്തല്ലേ? എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് കിട്ടണില്ലേ? അണ്ടിപ്പരിപ്പ് വരെ ഇൻഷാ അല്ലാഹ് മൈദോണ്ട് ഉണ്ടാക്കിയ അണ്ടിപ്പരിപ്പ്, അച്ചിലുണ്ടാക്കിയ അണ്ടിപ്പരിപ്പ് അല്ലേ? അതൊക്കെ വാങ്ങുമ്പോ ശ്രദ്ധിക്കാം. നമ്മള് കുറ്റപ്പെടുത്തല്ലോ, ശ്രദ്ധിക്കാൻ വേണ്ടി പറയാം. അപ്പൊ അവരാഗ്രഹിക്കുന്ന വസ്തുക്കള് ഭർത്താക്കന്മാരെ നമ്മൾ വാങ്ങിക്കൊടുക്കണം. മാങ്ങല്ല, അങ്ങനെയല്ല. ഭാര്യമാര് ഗർഭം ധരിക്കുന്ന സമയത്ത് ആഗ്രഹിക്കുന്നത് എന്താ, അത് നമ്മൾ വാങ്ങിക്കൊടുക്കണം. മനസ്സിന് സമാധാനം കൊടുക്കണം. അതാണ് ഒരു ഗർഭിണിക്ക് ഏറ്റവും കൂടുതൽ നമ്മൾക്ക് ഒരു ഭർത്താവിന് കൊടുക്കാൻ കഴിയുന്ന കാര്യതാണ്. ആ പെണ്ണിനെ കുറ്റപ്പെടുത്തരുത്. കാരണം എന്താണെന്നറിയോ, അവളെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഗർഭിണിയായതാണ്. ഇതെന്താണെന്നറിയില്ല, ഇതെന്താ സംഭവിക്കുന്നത്, എവിടെ ചെന്നിട്ടാ സംഭവിക്കുക, എവിടെ ചെന്നിട്ട് അവസാനിക്കുക ഒന്നും അറിയില്ല. അപ്പൊ അവളെ മനസ്സിനെങ്ങനെ തലോടിയിട്ട് വിഷമാക്കണ്ട, പ്രശ്നമാക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് സാധാരണ ഒരു വട്ടം വിളിക്കുന്ന ഭർത്താവ് ഭാര്യ ഗർഭിണിയായ 2 വട്ടം വിളിക്കണം, 3 വട്ടം വിളിക്കണം. എന്നിട്ട് ഇടയ്ക്ക് ഇങ്ങനെ അന്വേഷിക്കണം. അങ്ങനെയാ വേണ്ടത്. എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കണം എന്നല്ല. മൊബൈലൊക്കെ ഒഴിവാക്കണം. ആ സമയത്ത് നല്ല നല്ല കാര്യങ്ങളെ പറയാൻ പാടുള്ളൂ. കാരണം എന്താണെന്നറിയോ, ഗർഭിണിയായ സഹോദരിമാരെ, നിങ്ങൾ ചെയ്യുന്നതാണ് നിങ്ങളെ ഉദരത്തിന്റെ അകത്ത് വളരുന്ന മക്കൾക്ക് അല്ലാഹു നൽകുന്നത്. നിങ്ങൾ കേൾക്കുന്നതാണ് ഉദരത്തിന്റെ അകത്ത് വളരുന്ന മക്കളെ കേൾക്കുന്നത്. ഗർഭിണിയായ പെണ്ണേ, നീ ഗർഭം ധരിച്ചത് മുതൽ ഇബാദത്ത് വർദ്ധിപ്പിക്കണം മോളെ. സുന്നത്തുകൾ നല്ലവണ്ണം വർദ്ധിപ്പിക്കണം മോളെ. ഖുർആൻ പാരായണം നല്ലതുപോലെ വർദ്ധിപ്പിക്കണം മോളെ. സ്വലാത്തുകൾ നല്ലവണ്ണം വർദ്ധിപ്പിക്കണം മോളെ. ദിക്റുകൾ നല്ലവണ്ണം വർദ്ധിപ്പിക്കണം മോളെ. മാല മൗലൂദുകൾ കുറെ വർദ്ധിപ്പിക്കണം മോളെ. കാരണം ഉദരത്തിന്റെ അകത്ത് വളരുന്ന നിന്റെ കുഞ്ഞിനെ ഒരു നല്ല മകനായി മകളായി മാറണമെങ്കിൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഉമ്മയാണ്. ഉദരത്തിന്റെ അകത്ത് വളരുന്ന മക്കള് നന്നാവണമെങ്കിൽ, ഉദരത്തിന്റെ അകത്ത് വളരുന്ന മക്കള് നല്ല മക്കളാവണമെങ്കിൽ ഉമ്മ നിങ്ങൾ നല്ല ഭക്ഷണം കഴിച്ചാൽ മാത്രം പോരാ. ഒരു ഈമാനുള്ള മകനായിട്ട് നമ്മുടെ മക്കള് മാറണ്ടേ. ഒരു ഈമാനുള്ള മകളായിട്ട് നമ്മുടെ മകള് മാറണ്ടേ. ഗർഭം ധരിക്കുന്ന സമയത്ത് ഖുർആൻ ഓതുന്നത് നിന്റെ ഉദരത്തിന്റെ അകത്ത് വളരുന്ന കുഞ്ഞു കേൾക്കുന്നുണ്ട് മോനെ. 24 ആഴ്ചകൾ കഴിഞ്ഞാൽ ഉദരത്തിന്റെ അകത്ത് വളരുന്ന മക്കൾക്ക് അല്ലാഹു കേൾവി ശക്തി കൊടുക്കുമെന്നാണ്. ഗർഭം ധരിച്ചത് മുതൽ 24 ആഴ്ച കഴിഞ്ഞ ഇൻഷാ അല്ലാഹ് ഉദരത്തിന്റെ അകത്ത് വളരുന്ന കുഞ്ഞിന് കേൾക്കാൻ തുടങ്ങും. അപ്പൊ ഗർഭിണി നല്ലോണം ശ്രദ്ധിക്കണം. വലിയ ശബ്ദങ്ങളൊന്നും ഗർഭിണി കേൾക്കരുത്. ചില മക്കൾ നല്ലോണം ശബ്ദട്ടി കരയും. അവിടെ നിന്നും ഗർഭിണി പോയിക്കരുത്. പേടിപ്പെടുത്തുന്ന ഒന്നും കാണരുത്. പേടിപ്പെടുത്തുന്ന നല്ല ശബ്ദത്തിലൊന്നും സംസാരിക്കരുത്. നിങ്ങൾ ഗർഭിണിന്റെ സമീപത്ത് ഇങ്ങനെ ചൂടാവരുത്. കാരണം എന്താ അറിയോ, ആദ്യങ്ങളെ മരോള് മാത്രമേ നിങ്ങൾ ചൂടാവണേ കേൾക്കുള്ളൂ. നിങ്ങളെ മരോള് ഗർഭിണി ആയതിനു ശേഷം മരോളോട് ചൂടായ മരോള് മാത്രമല്ല കേൾക്കുക, നിങ്ങളെ പേരക്കുട്ടി അത് കേൾക്കുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം, ഉമ്മമാരെ ശ്രദ്ധിക്കണം.
ഭർത്താക്കന്മാർ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ എപ്പോഴും ഭാര്യന്റെ തലക്ക് ഇങ്ങനെ കയറും, ഭാര്യന്റെ മെക്കെട്ട് ഇങ്ങനെ കയറിയിട്ട് ഇങ്ങനെ ചൂടാവും. ആദ്യം ഭാര്യ മാത്രമേ കേൾക്കണുള്ളൂ. പക്ഷെ ഭാര്യ ഗർഭിണിയായതിനു ശേഷം ഭാര്യയോട് ചൂടാവുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം എന്താ, അത് ഭാര്യ മാത്രമല്ല കേൾക്കണം. 24 ആഴ്ച ഗർഭത്തിന്റെ അകത്ത് കഴിഞ്ഞാൽ പിന്നെ ആ മക്കളും കേൾവി ശക്തി തുടങ്ങും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഗർഭിണികളോട് ഇബാദത്ത് വർദ്ധിപ്പിക്കണമെന്നാണ്, ഇബാദത്ത് വർദ്ധിപ്പിക്കണമെന്നാണ്. ഖുർആൻ നല്ലതുപോലെ ഓതണം, വഅദ് നല്ലതുപോലെ കേട്ടിരിക്കണോ, നല്ല മദ്ഹ് ഗാനങ്ങൾ എങ്ങനെ കേട്ടിരിക്കണോ, സ്വലാത്തുകൾ നല്ലതുപോലെ വർദ്ധിപ്പിക്കണം മോളെ, സ്വലാത്തുകൾ നല്ലതുപോലെ വർദ്ധിപ്പിക്കണം പെങ്ങളെ. കാരണം എന്തെന്നറിയോ, നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെയാണ് ഉദരത്തിന്റെ അകത്ത് വളരുന്ന മക്കള് വലുതാകുന്നത്. നിങ്ങളുടെ മക്കള് ഹാഫിളാവണോ, നിങ്ങളെ മക്കളെ ഹാഫിളത്താവണോ, ഒരു നല്ല അദബുള്ള മോനാവണോ, ഒരു നല്ല അദബുള്ള മോളാവണോ, നമസ്കരിക്കുന്ന മക്കളായി മാറണോ. ഗർഭിണിയായ പെണ്ണേ, നീ നല്ലതുപോലെ ശ്രദ്ധിക്കണേ മോളെ, നീ നല്ലതുപോലെ റെസ്റ്റ് എടുക്കണോ. കുഞ്ഞിന് അപകടം സംഭവിക്കാൻ പാടില്ല. നീ നല്ലതുപോലെ ഭക്ഷണം കഴിക്കണോ. നീ പട്ടിണി കിടന്നാൽ കുഞ്ഞിന് പ്രശ്നമാണ്. കുഞ്ഞിന് ആരോഗ്യമുള്ള ഭക്ഷണമാണ് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന മനോഹരമായ ആരോഗ്യമുള്ള വിറ്റാമിനുള്ള ഭക്ഷണമാണ് നമ്മളെ കഴിക്കേണ്ടത്. ഇബാദത്തിൽ കുറവ് വരാൻ പാടില്ല, കുറവ് വരാൻ പാടില്ല, കുറവ് വരാൻ പാടില്ല. അങ്ങനെ ഗർഭകാലത്ത് ഒരുപാട് പ്രയാസങ്ങൾ സഹിക്കുമല്ലോ. ഓരോ മാസം കഴിയുന്നോറും കുഞ്ഞിന്റെ വലിപ്പം എങ്ങനെ കൂടി വരികയാണ്, നിന്റെ വയറിന്റെ വലിപ്പം എങ്ങനെ കൂടി വരികയാണ്. അത് കൂടി വരലോടുകൂടെ വികസിക്കലോടുകൂടെ നിന്റെ പ്രതിഫലനത്തിലുള്ള കലവറ അല്ലാഹു ഇങ്ങനെ വർദ്ധിപ്പിച്ച് തരികയാണ് മോളെ. ഓരോ ദിവസം കഴിയുമ്പോഴും അല്ലാഹു നിനക്ക് പ്രതിഫലം തരുന്നുണ്ട് മോളെ. നിന്റെ വയറിന്റെ കനം എങ്ങനെ കൂടുകയല്ലേ, നിനക്ക് ജീവിതത്തിൽ ഒരുപാട് ക്ഷീണം വരികയല്ലേ, യാത്ര ചെയ്യാൻ കഴിയാതെ, ഭക്ഷണം കഴിക്കാൻ കഴിയാതെ, ചെരിഞ്ഞു കിടക്കാൻ കഴിയാതെ, നടക്കാൻ കഴിയാതെ, ജോലിയെടുക്കാൻ കഴിയാതെ വിഷമിക്കുകയല്ലേ മോളെ. അതിലെല്ലാം ക്ഷമിക്കുന്ന പെണ്ണേ, അല്ലാഹു നിനക്ക് പ്രതിഫലം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതല്ലേ മഹദിയായ മറിയം ബീവിയുടെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. മറിയം ബീവി റളിയല്ലാഹു അൻഹ ഗർഭിണിയായപ്പോ എന്തെല്ലാം സങ്കടങ്ങളാ മറിയം ബീവി സഹിച്ചതെന്നറിയോ. ഭർത്താവില്ലാതെയല്ലേ അല്ലാഹു മറിയമെന്ന പൊന്നുമോൾക്ക് മറിയമെന്ന മഹദീനോടെ ഈസാ നബി അലൈഹിസ്സലാം എന്ന തങ്കക്കുടത്ത് അല്ലാഹു നൽകിയത്. ആളുകൾ വ്യഭിചാരാരോപണം പറഞ്ഞില്ലേ, അല്ലാഹുവേ കുടുംബത്തിൽ നിന്ന് ഒറ്റപ്പെട്ട മഹദിയായ മറിയം ബീവി റളിയല്ലാഹു അൻഹ, ആ മറിയം ബീവി റളിയല്ലാഹു അൻഹ ഗർഭിണിയായി ഗർഭം സുമക്കുന്ന വേദനക്കപ്പുറം ആളുകളുടെ, നാട്ടുകാരുടെ, അയൽവാസികളെ കുടുംബത്തിന്റെ ഒറ്റപ്പെടുത്തൽ കൂടി വന്നപ്പോ മറിയം ബീവി റളിയല്ലാഹു അൻഹ മനസ്സ് തളർന്നവോ. അല്ലാഹ് പ്രസവ വേദനയും ആളുകളെ കുറ്റപ്പെടുത്തലും കേട്ടപ്പോ മറിയം ബീവി അറിയാതെ അങ്ങ് പറഞ്ഞുപോയി, അല്ലാഹ് ഇതിന്റെ മുമ്പേ ഞാൻ മരിച്ചു പോയിരുന്നുവെങ്കിൽ. അല്ലാഹുവിന്റെ ഖുർആൻ അത് എടുത്തു പറയുന്നുണ്ട്. ഉടനെ തന്നെ അല്ലാഹു മറിയം ബീവിയോട് പറഞ്ഞില്ലേ, അങ്ങനെ പറയല്ലേ മറിയമേ, അങ്ങനെ പറയല്ലേ മറിയമേ, അങ്ങനെ പറയല്ലേ മറിയമേ. ഗർഭകാലത്ത് നീ അനുഭവിക്കുന്ന വേദനകൾ, സങ്കടങ്ങൾ, കണ്ണീരുകൾ, കഷ്ടപ്പാടുകൾ, നൊമ്പരങ്ങൾ, അതിനെല്ലാം പകരമായിട്ട് ഞാൻ നിനക്കൊരുപാട് പ്രതിഫലം തരുന്നുണ്ട് മോളെ. മറിയം ബീവിയോട് പറഞ്ഞ വാക്കാണ്, അറിവിന്ദിലാവിന്റെ പെങ്ങളെ, അറിവിന്ദിലാവിന്റെ പ്രിയപ്പെട്ട മോളെ, ഉസ്താദിന് നിങ്ങളോട് പറയാനുള്ള വാക്കതാണ്. ഗർഭകാലത്ത് അനുഭവിക്കുന്ന സങ്കടങ്ങള്, ഗർഭകാലത്ത് അനുഭവിക്കുന്ന വിഷമങ്ങള്, ഗർഭകാലത്ത് അനുഭവിക്കുന്ന വേദനകളെല്ലാം മറിയം ബീവി ക്ഷമിച്ചതുപോലെ ക്ഷമിക്കണം മോളെ.
മറിയം ബീവി ക്ഷമിച്ചതുപോലെ ക്ഷമിക്കാൻ കഴിയണം മോളെ. അല്ലാഹുവേ ഞങ്ങളെ സഹോദരിമാർക്ക് നീ സുഖപ്രസവം കൊടുക്കണമല്ലാ, നീ സുഖപ്രസവം കൊടുക്കണേ അല്ലാ. ഇൻഷാ അല്ലാഹ് എന്റെ പ്രഭാഷണം ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്കൊരു മനോഹരമായ 2 ആയത്തുകൾ ഞാൻ പഠിപ്പിച്ചു തരാൻ പോവുകയാ. ഗർഭിണികളായ സഹോദരിമാരെ, നിങ്ങളെ പ്രസവം റാഹത്താവണമെങ്കിൽ, നിങ്ങളെ പ്രസവം റാഹത്താവണമെങ്കിൽ ഇൻഷാ അല്ലാഹ് അതിന് പറ്റിയ പതിവാക്കേണ്ട 2 ആയത്തുകൾ ഇൻഷാ അല്ലാഹ് നാളത്തെ സദസ്സിൽ ഞാൻ പറഞ്ഞു തരാം. ഗർഭിണികൾ പതിവാക്കേണ്ട മറ്റൊരു സൂറത്ത് ഞാൻ പറഞ്ഞു തരട്ടെ. മഹാന്മാരായ പണ്ഡിതന്മാരെ പഠിപ്പിക്കുകയാ. സൂറത്തു യാസീനെ പതിവായി ഓതണേ. സൂറത്തു യൂസുഫ് നിങ്ങൾ വർദ്ധിപ്പിക്കണേ. സൂറത്ത് അൻആം നിങ്ങൾ വർദ്ധിപ്പിക്കണേ. സൂറത്തുൽ ഇഖ്ലാസ് നിങ്ങൾ വർദ്ധിപ്പിക്കണേ. മറിയം സൂറത്ത് നിങ്ങൾ വർദ്ധിപ്പിക്കണേ. ഇതെല്ലാം വർദ്ധിപ്പിക്കുന്നത് ഒരു ഗർഭിണി അപേക്ഷിച്ചുകൊണ്ട് അവളെ സുഖപ്രസവത്തിന്റെ ഏറ്റവും വലിയ സബബായി മാറുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ ലോകത്തോട് പഠിപ്പിക്കുകയാണ്. ഗർഭിണികൾ യൂസുഫ് സൂറത്ത് ഓതിയാലേ വളരുന്ന മക്കൾ നല്ല ഭംഗിയുള്ള മക്കളായി മാറും. അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഉണ്ട്. നമ്മളെന്ത് ചെയ്യും? മക്കളുണ്ടാവും, മക്കൾ നല്ല ഭംഗി ഉണ്ടാവാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഈ കുങ്കുമപ്പൂവ് കലക്കി കുടിക്കാനുള്ള പരിപാടി ഉണ്ട് അല്ലേ? അങ്ങനല്ലേ? അല്ലേ? അങ്ങനെയുണ്ട്. അങ്ങനല്ലേ സാർ? അല്ലേ? ഉണ്ട്. അൽഹംദുലില്ലാഹ് സംസം വെള്ളത്തിൽ കലക്കി കുടിക്കാന്നില്ല. അതിനെ എതിർക്കല്ലേ കേട്ടോ? ഉണ്ട്. ഇൻഷാ അല്ലാഹ് അങ്ങനെ തന്നെയാണ്. അപ്പൊ സംസം വെള്ളത്തിൽ നമ്മൾ എന്ത് ചെയ്യും? കുങ്കുമപ്പൂവ് കലക്കി കുടിക്കും അല്ലേ? അതൊരു ഭംഗിയാണ്. കുങ്കുമപ്പൂവ് അല്ലേ? കുങ്കുമപ്പൂവ് അറിയില്ലേ? കുങ്കുമപ്പൂവ് 2 ഉണ്ട്. ഒന്ന് നമ്മൾ കഴിക്കണ കുങ്കുമപ്പൂവ്, മറ്റൊരു കുങ്കുമപ്പൂവ് ഉണ്ട്. അത് നമ്മക്കറിയില്ല, സഹോദരിമാർക്ക് ചോദിച്ചാൽ അതുപോലെ പറഞ്ഞു. അതുപോലെ പറഞ്ഞു കുങ്കുമപ്പൂവ് കൊടുത്തുപോയില്ലേ? കൊടുത്തുപോയി. പറയുന്നില്ല വന്നോട് കൂടി അതൊക്കെ പോയി. കുങ്കുമപ്പൂ പോയി. പിന്നെ വേറെന്തൊക്കെയുണ്ടായിരുന്നു? രാജഗിരി അല്ല, അങ്ങനെ എന്തൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ട്. എന്തൊക്കെയാ സീരിയലിന്റെ പേരൊക്കെ ഉണ്ട്. അതൊക്കെ പുറത്തുപോയി. അല്ലാ അറിവിന്നിലാവ് വന്നോടുകൂടി ഇൻഷാ അല്ലാഹ് സീരിയലൊക്കെ ഡക ഒക്കെ പോയി. അൽഹംദുലില്ലാഹ് നമ്മുടെ സഹോദരിമാർക്ക് അല്ലാഹു സ്വർഗ്ഗം കൊടുക്കട്ടെ. അല്ലാഹുവേ ഞങ്ങളെ സഹോദരിമാർക്ക് നീ സ്വർഗ്ഗം കൊടുക്കണേ റഹ്മാനേ. എത്ര ആളുകളാണെന്ന് മടവൂരിൽ വന്ന് തടിച്ചുകൂടിയതെന്നറിയോ? എത്ര ആളുകളാണ് മടവൂർ മഹാനവന്റെ പരിസരത്ത് കിടക്കുന്ന മടവൂർ ശൈഖുനാന്റെ പൊരുത്തത്തോടെ തുടങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് അതിന്റെ മഹാനവറുകളെ ചാരത്ത് കിടന്നിറങ്ങുന്ന ആ മഹാനവറുകളെ കിടന്നിറങ്ങുന്ന മടവൂരിന്റെ മണ്ണില് ഒരു അറിവിന്റെ ഗോപുരമായി സ്ഥിതി ചെയ്യുന്ന CM സെന്റർ എന്ന മഹത്തായ സ്ഥാപനോ. ആ സ്ഥാപനത്തിൽ അറിവിന്റെ ലാവിലേക്ക് സന്ദർശകരെ വരുന്നു എന്നറിഞ്ഞപ്പോ എത്ര സഹോദരിമാരാണ് അല്ലാ, എത്ര പാവപ്പെട്ട സഹോദരിമാരാണ് റബ്ബേ. ഉസ്താദേ ഞങ്ങളൊക്കെ അറിവിന്റെ ലാവിന്റെ കുടുംബമാ എന്ന് പറഞ്ഞുകൊണ്ട് ആയിരക്കണക്കിന് സഹോദരിമല്ലേ വരുന്നത്. മനിയാന് മലപ്പുറത്ത് അബ്ബാസ്കാരുടെ വീട്ടിലെ പ്രോഗ്രാം നടത്തിയപ്പോ നോക്കിയാലും തീരാതെ കണ്ണെത്താ ദൂരത്തേക്ക് തടിച്ചോടിയ സൗണ്ട് സംവിധാനം വരെ എത്താത്ത രൂപത്തിലേക്ക് തടിച്ചുകൂടിയ സഹോദരിമാർ, അവരെ ഒന്നും ഞങ്ങൾക്ക് മറക്കാൻ പറ്റൂല റബ്ബേ. അവരൊക്കെ അറിവിന്ദിലാവുള്ള സഹോദരിമാരാൾ. സീരിയലില്ലാത്ത ലോകത്തേക്ക്, സിനിമയില്ലാത്ത ലോകത്തേക്ക്, പരമ്പരകളില്ലാത്ത ലോകത്തേക്ക്, ഹറാമില്ലാത്ത ലോകത്തേക്ക് ഈ ഉമ്മത്തിനെ നീ കൈപിടിച്ചുയർത്തണേ അല്ലാ. മടവൂർ ശൈഖുനാന്റെ ബറക്കത്ത് കൊണ്ട് അറിവിന്ദിലാവ് കാണുന്ന സഹോദരിമാർ സ്വർഗം കൊടുക്കണേ അല്ലാ. വേണ്ട മോളെ, ഹറാമായ സിനിമയും സീരിയലും വലിച്ചെറിയൂ പൊന്നുമോളെ. കളങ്കതയില്ലാതെ ജനലക്ഷങ്ങൾ ആമീൻ പറയുന്ന അറിവിന്ദിലാവുന്ന സീരിയലിലേക്ക് മടങ്ങി വാ പൊന്നുമോളെ. അറിവിന്ദിലാവുന്ന സിനിമയെന്ന ഹരത്തിലേക്ക് മടങ്ങി വാ പൊന്നുമോളെ. വീടിനും വാഹനങ്ങൾക്കൊക്കെ അറിവിന്ദിലാവുന്ന പേര് വെച്ചിട്ട് എത്രയോ പ്രിയപ്പെട്ടവരാ, ഒരുപാട്
ജനസാഗരങ്ങൾ, ഈ ഉമ്മത്തിൽ ഒരുപാട് ജനസാഗരങ്ങൾ അറിവിൻ നിലാവിനെ നെഞ്ചിലേറ്റിയില്ലേ അല്ലാഹുവേ. ഞങ്ങളെ സഹോദരിമാർക്ക് സ്വർഗം കൊടുക്കണേ അല്ലാ, ഞങ്ങളെ സഹോദരിമാർക്ക് സ്വർഗം കൊടുക്കണമല്ല, ഞങ്ങളെ സഹോദരങ്ങൾക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ. സമയമാകുമ്പോഴേക്ക് വെള്ളവുമായി കാത്തിരിക്കും എല്ലാവരും. വരുന്നവരൊക്കെ പറയരുത് ഉസ്താദേ, തുടങ്ങാനാകുമ്പോഴേക്ക് ഞങ്ങൾ വെള്ളവുമായിട്ട് ഇങ്ങനെ കാത്തിരിക്കും. ഇതൊക്കെ അറിവിന്നിലാവിന്റെ പൂമ്പാറ്റ മക്കളാണ്. അല്ലാഹുവേ അവർ അനുഗ്രഹിക്കണേ റഹ്മാനെ. ഒരുപാട് സഹോദരിമാർ ഇന്ന് മടവൂരിൽ വന്ന്, ധാരാളം സഹോദരിമാര് രാവിലെ വന്ന് വരി നിന്ന് ഒരുപാട് നേരം അല്ലാ രാത്രി 8-8:30 വരെ ഇവിടെ ക്യൂ നിന്നുകൊണ്ട് എത്രയോ അറിവിന്നിലാവിന്റെ കുടുംബങ്ങള് അല്ലാഹുവേ ഒരുപാട് വിഷമം നിങ്ങൾ സഹിച്ചിട്ടുണ്ട്. ഇവിടെ വരുന്നവർ ആദ്യം പഠിക്കേണ്ടത് ക്ഷമയാണ്. ആദ്യം വരുന്നൊരു ക്ഷമ പഠിക്കും ഇവിടെ വന്നു പോയാൽ. കാരണം എന്താ, ഒരുപാട് കുടുംബങ്ങൾ വരും, ഒരുപാട് കുടുംബങ്ങൾ വന്നിട്ട് വരി നിന്ന് കാണേണ്ടി വരും. അള്ളാഹു ആ സഹോദരിമാർക്കൊക്കെ സ്വർഗം കൊടുക്കട്ടെ അള്ളാഹുവേ. അവരെ ആരെയും നീ നിരാശപ്പെടുത്തല്ല റബ്ബേ. അവരെ വിഷമങ്ങളെ മുഴുവനും നീ മാറ്റണേ അല്ലാ, അവരെ സങ്കടങ്ങൾ മുഴുവനും നീ മാറ്റണം അല്ലാ, അവരെ ദുഃഖങ്ങളെ മുഴുവനും നീ മാറ്റണേ അല്ലാ. അപ്പൊ പറഞ്ഞു വരുന്നത് കുങ്കുമപ്പൂന്ന് പോകുന്നതാണ്. കുങ്കുമപ്പൂവ് മാഷാ അല്ലാഹ് സംസം വെള്ളത്തിൽ കലക്കി കുടിച്ചാൽ മക്കളെ ഭംഗി കൂടും അല്ലെ, അതങ്ങനെയാണ്. അതേ പ്രകാരം ഗർഭിണികൾ എന്ത് ചെയ്യും? എല്ലാ ദിവസവും ഞാൻ അവസാനിപ്പിക്കാം, വയറുമ്മ കൈ വെച്ചിട്ട് മടവൂർ ശൈഖുനാന്റെ പേരിൽ യാസീൻ ഓതണം, കാസിം വലിയുള്ളാന്റെ പേരിൽ യാസീൻ ഓതണം. മടവൂർ ശൈഖുനാന്റെ പേരിലും കാസിം വലിയുള്ളാന്റെ പേരിലും നിങ്ങൾ എല്ലാ ദിവസവും വയറുമ്മ കൈ വെച്ചിട്ട് നിങ്ങൾ യാസീൻ ഓതികൊള്ളി. എത്ര അനുഭവങ്ങൾ. കുട്ടി ചരിഞ്ഞിട്ടാണ്, കുട്ടി മലർന്നിട്ടാണ്, കുട്ടിയുടെ കിടത്തത് ശരിയല്ല, സ്കാനിങ് പറഞ്ഞത് എത്ര എണ്ണം മഹാന്മാരെ പേരിൽ യാസീൻ ഓതിയിട്ട് അള്ളാഹു അത്ഭുതമാക്കി കൊടുത്തിട്ടുണ്ട്. അള്ളാഹു അത്ഭുതമാക്കി കൊടുത്തിട്ടുണ്ട്. മക്കൾക്ക് പ്രശ്നം ഉണ്ടാവും പറഞ്ഞു നിങ്ങളൊരു പേടി മേടിക്കണ്ട. മടവൂർ ശൈഖുനാനെ മുറുകെ പിടിച്ചോ, കാസിം വലിയുള്ളാനെ മുറുകെ പിടിച്ച ഒരു പേടിയും വേണ്ട. അതാണ് ലോകത്തെ ഏറ്റവും വലിയ ഡോക്ടർമാർ. അല്ലാഹുവേ അവരെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ സഹോദരിമാർക്ക് നീ സുഖപ്രസവം നൽകണേ അല്ലാഹ്. ഞാൻ അവസാനിപ്പിക്കാം. അപ്പൊ സൂറത്ത് യൂസുഫ് വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ഉദരത്തിന്റെ അകത്ത് വളരുന്ന കുഞ്ഞിന് ഭംഗി കൂടുമെന്നാണ്. ഗർഭിണികൾ ശ്രദ്ധിക്കാം, ഗർഭകാലത്ത് സൂറത്ത് യൂസുഫ് വർദ്ധിപ്പിക്കാം, സൂറത്ത് മറിയം ധാരാളം വർദ്ധിപ്പിക്കാം. മറിയം ബീവിയുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നല്ല റാഹത്തുള്ള സുഖപ്രസവം തരും. ഉറപ്പാണ്. ഒരു ദിക്റോട് ഇൻഷാ അല്ലാഹ് പറഞ്ഞു തരുകയാണ്. അത് പ്രസവിക്കാനാകുന്ന സമയത്ത് പെണ്ണിന്റെ സമീപത്തിൽ നിന്ന് ചൊല്ലേണ്ട ദിക്റാണ്. ആയത്ത് റെഡിയാണോ? നാളെ കൊടുക്കാം ഇൻഷാ അല്ലാഹ്. ആയത്ത് നാളെ പറഞ്ഞുതരാം. ഒരു ദിക്ർ കൂടി ഞാൻ പറഞ്ഞു തരട്ടെ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ഈ ദിക്ർ ആരെങ്കിലും ചൊല്ലിക്കഴിഞ്ഞാൽ, ഈ ദിക്ർ ഒരു ഗർഭിണിയായ പെണ്ണിന്റെ സമീപത്തിൽ നിന്ന് ചൊല്ലിക്കഴിഞ്ഞാ ആ പെണ്ണിന് അല്ലാഹു സുഖപ്രസവം കൊടുക്കുമെന്നാ, ആ പെണ്ണിന് അല്ലാഹു സുഖപ്രസവം കൊടുക്കുമെന്നാണ്. അല്ലാഹുവേ, ഗർഭിണികളായ മോളെ പഠിക്കണം മോളെ. നിങ്ങൾ അറിവിന്നിലാവിന്റെ സഹോദരിമാരല്ലേ, നിങ്ങളെ കുടുംബത്തിൽ എത്രയോ ഗർഭിണികളില്ലേ, നിങ്ങളെ കൂട്ടുകാരിൽ എത്രയോ ഗർഭിണികളില്ലേ, അവർക്കെല്ലാം പറഞ്ഞു കൊടുക്കണം മോളെ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്ന ദിക്ർ ഗർഭിണിയായ പെണ്ണ് ലേബർ റൂമിന്റെ അകത്തിരിക്കുമ്പോ അതിന്റെ പുറത്ത് നിന്ന് നീ ചൊല്ലിയാൽ ചെറുപ്പക്കാരാ, നിന്റെ ഭാര്യക്ക് അല്ലാഹു സുഖപ്രസവം കൊടുക്കുന്നതാണ് മോനെ. നിന്റെ ഭാര്യക്ക് അല്ലാഹു, നമ്മുടെ സഹോദരിമാർക്ക് അല്ലാഹു സുഖപ്രസവം കൊടുക്കുന്നതാണ് മോളെ. അല്ലാഹുവേ, ഞങ്ങളെ സഹോദരിമാർക്ക് നീ സുഖപ്രസവം നൽകണേ റഹ്മാനേ. ഇൻഷാ അല്ലാഹ് നാളെ ഇൻഷാ അല്ലാഹ് 2 ആയത്തുകൾ എന്റെ പ്രിയപ്പെട്ടവർക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ആ ആയത്ത് പതിവാക്കിയാൽ ഇൻഷാ അല്ലാഹ്, ആ ആയത്ത് പതിവാക്കിയാൽ നിങ്ങൾക്ക് അല്ലാഹു നല്ല സുഖപ്രസവം നൽകുമെന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹ് ഞങ്ങളെ മജ്ലിസിനെ കബൂലാക്കണേ റബ്ബേ, സ്വീകരിക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്.
എല്ലാവരും മടവൂർ ശൈഖുനാക്കൊരു ഫാത്തിഹ ഓതുക ദുആ ചെയ്യാൻ പോവുകയാണ്. അല്ലാഹുവേ, എത്രയോ കുടുംബങ്ങൾ ഞങ്ങളോട് ദ്വാരക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാവരും വിഷമങ്ങളും നീ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. എല്ലാവരും സങ്കടങ്ങളോ നീ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. എല്ലാവരുടെ ദുഃഖങ്ങളും നീ മാറ്റിക്കൊടുക്കണമല്ലാ. ഇജാബത്തുള്ള മജ്ലിസായിട്ട് റബ്ബേ ഞങ്ങളെ മജ്ലിസിനെ നീ കബൂലാക്കണേ അല്ലാ. അറിവിൽ നിലാവിൽ മജ്ലിസിലെ അഹദോനിൽ സ്തുതികൾ ഞാൻ പാടിയിടുന്നു. മുത്തറസൂലിലും മദ്ഹോദുന്നേ അറിവിൻ നിലാവിൽ മജ്ലിസിലെ കൈകൾ നീട്ടുന്നു റഹ്മാനല്ലാഹ്. മടവൂർ ശൈഖുനാ വലിയുള്ളാഹ് കുത്തുബുൽ ആലമിൻ റിളയിലായി മുൻനിർത്തി ജനലക്ഷങ്ങൾ അല്ലാഹ് കൈകൾ നീട്ടുന്നു. സങ്കടഭാരങ്ങൾ നിന്നിൽ പറയുന്നു. മടവൂർ ശൈഖുനാ വലിയുള്ളാഹി കുത്തുബുൽ ആലമിൻ റിളയിലായി മുൻനിർത്തി ജനലക്ഷങ്ങൾ ഒന്നായി കൈകൾ നീട്ടുന്നു. സങ്കടഭാരങ്ങൾ നിന്നിൽ പറയുന്നു റഹ്മാനല്ലാഹ്. യാ റഹീമേ അല്ലാഹ് റഹ്മാനല്ലാഹ്. യാ റഹീമേ അല്ലാഹ്. ഖൽബിൻ നൊമ്പേരം കേൾക്കണം റഹ്മാനെ. കരയും കണ്ണീരും തോർത്തേണം മന്നാനെ. മാറാരോഗങ്ങൾ മാറ്റേണം സുബ്ഹാനെ. തീരാ സങ്കടങ്ങൾ മാറ്റേണം റഹ്മാനെ. ഖൽബിൻ നൊമ്പരങ്ങൾ കേൾക്കണം റഹ്മാനെ. കരയും കണ്ണീരും തോർത്തേണം മന്നാനെ. മാറാരോഗങ്ങൾ മാറ്റേണം സുബ്ഹാനെ. തീരാ സങ്കടങ്ങൾ മാറ്റേണം റഹ്മാനെ. പതിനായിരങ്ങൾ കാരം നീട്ടുന്ന അറിവിൻ നിലാവിൻ കൊടുംബങ്ങളെ കാക്കണേ റഹ്മാനെ. ഞങ്ങളെ നീ നോക്കണേ മന്നാരെ. ഞങ്ങളെ നീ അറിവിൻ നിലാവിൻ കുടുംബങ്ങൾ തേടുന്നു. അഹദേ നിന്നോടായി മാത്രം പറയുന്നു. ശൈഖുന മടവൂരിൽ കാവലിനെ തേടുന്നു. അവിടം ഹൃദയയിലായി ഞങ്ങൾ കൊതിക്കുന്നു റഹ്മാനല്ലാഹ്. യാ റഹീമേ അല്ലാഹ് റഹ്മാനല്ലാഹ്. യാ റഹീമേ അല്ലാഹ് റഹ്മാനല്ലാഹ്. യാ റഹീമേ അല്ലാഹ്.